എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1804 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്രീലേഖ ജി, BHMS, ഹോമിയോപ്പതിക് കൺസൾട്ടന്റ്, ഡോക്ടർ രാമകൃഷ്ണൻ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആണ്. RV നാഥൻ ചിൽഡ്രൻസ് ക്ലിനിക്, നെല്ലേപ്പള്ളി, പാലക്കാട്. ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ശ്രീലേഖ ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. IFBHന്റെ 5ാമത് വാർഷിക ആഘോഷ പരിപാടികൾ നമ്മൾ അണിയിച്ചൊരുക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 28-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത്. എറണാകുളത്ത് താജ് ടവറിലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മളുടെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മളുടെ ഒരു ഒത്തുചേരലാണ്, ഹോമിയോപ്പതി സമൂഹത്തിൻ്റെ ഒരു ഒത്തുചേരലാണ്. ഹോമിയോപ്പതി ഡോക്ടർമാരും സ്റ്റുഡൻസും അതുപോലെ തന്നെ ഹോമിയോപ്പതി ഇഷ്ടപ്പെടുന്ന, നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന, ഹോമിയോപ്പതി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിനെ ഒന്നിച്ച് കൈ കോർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ഒരു കുടുംബ സംഗമം പോലെ തന്നെയാണ് നമുക്കതിനെ കാണുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഫാക്കൽറ്റികളെയൊക്കെ ആദരിക്കുന്നതും അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ അണിയിച്ചൊരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്തർദേശീയ ഫാക്കൽറ്റികൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പരസ്പരം തമ്മിൽ കാണാനും ഇതുവരെ കാണാതിരിക്കുന്ന ആൾക്കാർക്ക് തമ്മിൽ കാണാനും ഒക്കെയുള്ള വിവിധ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ നമ്മൾ ഹോമിയോപ്പതി മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ഹോമിയോപ്പതി നമ്മൾ IFBH നടത്തുന്ന പരിപാടികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇതിലെല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ്. ഇപ്പം തന്നെ 3000 രൂപയാണ് ഒരാൾക്ക് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും പോരാ. അവിടെ വെച്ച് അത് ചെയ്യണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കണമെന്നും ഇവിടെ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവിടെ വരണമെന്നും പരസ്പരം കാണുന്നതിനുള്ള വേദിയിൽ ഉണ്ടാവണമെന്നും ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഓട്ട് മറിയാമ്മ ജോർജ് ഡോക്ടർ. ശ്രീലേഖ ഡോക്ടർക്ക് ക്ലാസ് ആരംഭിക്കാം. താങ്ക് യു മാഡം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് ഡിസീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതും നമ്മൾ ഹാർട്ട് ഡിസീസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എമർജൻസി മെഡിസിൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീട്ടിലാണെങ്കിലും ക്ലിനിക്കിലാണെങ്കിലും നമുക്ക് ഹാൻഡി ആയിട്ട് എപ്പോഴും കയ്യിൽ വെക്കാവുന്ന കുറച്ച് എമർജൻസി മെഡിസിൻസ് ആണ്. പക്ഷെ എമർജൻസി പേർപ്പസിന് കൊടുക്കാം. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ പേഷ്യന്റിനെ റെഫർ ചെയ്യും കൂടെ വേണം. ഒരു നല്ല കാർഡിയോളജിസ്റ്റിന്റെ അടുത്തോ വേറെ ഹോസ്പിറ്റലിലോട്ടോ ഒന്ന് റെഫർ ചെയ്യും കൂടെ വേണം. നമുക്ക് ഹാൻഡി ആയിട്ട് വെക്കാവുന്ന കുറച്ച് മെഡിസിൻസിനെ കുറിച്ചാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ അതിൽ അങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ മെഡിസിൻ പറയുന്നത് തന്നെ ക്യാംഫർ ആണ് പറയണത്. ക്യാംഫർ എന്ന് പറയുമ്പോൾ ഏത് കണ്ടീഷനിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് ആവണമെന്നില്ല, ബട്ട് സിമിലർ ടു ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ഡിസ്നെസ് തോന്നി, അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് റീജിയനിൽ, ഒരു ഹാർട്ട് റീജിയനിൽ ഒരു അൺകംഫർട്ടബിളോ അങ്ങനെ എന്തെങ്കിലും തോന്നി, എന്തെങ്കിലും ഇപ്പൊ ഒരു ലോ ഷുഗർ ആണെങ്കിലോ ലോ BP ആണെങ്കിലോ ഈവൻ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ക്യാംഫർ കൊടുക്കാം. ക്യാംഫർ എന്ന് പറയുന്നത് എപ്പോഴും പിൽസ് ആയിട്ടും വെക്കാം, ഡയല്യൂഷൻ, അത് ഏത് പൊട്ടൻസി ആയാലും കുഴപ്പമില്ല. 3x 6C 12C 30 3x to 30 എല്ലാ പൊട്ടൻസിയും ഓക്കെയാണ്. ഡയല്യൂഷൻ ആയിട്ടോ പിൽസ് ആയിട്ടോ വെക്കുക. ഇപ്പൊ നമ്മളൊരു മോർണിംഗ് വാക്കിന് പോകുമ്പോഴാണെങ്കിലും ക്യാംഫർ പിൽസ് എപ്പോഴും പോക്കറ്റിലുള്ളത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഒരു 5 പിൽസ് എടുത്ത് വായിലിട്ടിട്ട് പിന്നെ നടക്കാൻ പാടില്ല. പിന്നെ അവിടെ തന്നെ ഇരിക്കുക. ഇരുന്നിട്ട് ഒരു 5 അവിടുന്ന് അടുത്ത എവിടെയെങ്കിലും ഓട്ടോയോ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഇതിന് വേണ്ടി ക്യാംഫർ പിൽസ് എപ്പോഴും കയ്യിൽ വെക്കാം. അത് എപ്പോഴാണെങ്കിലും ചെയ്യാം. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും ചെയ്യാം. ഈവൻ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ചിലപ്പോൾ അതൊരു ലൈഫ് സേവർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതാണ് ക്യാംഫറിന്റെ ഇത് പറയണത്. അതേപോലെ വേറൊരു മെഡിസിൻ ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഹാലോണിയം ലെവിനി. ആൻഹാലോണിയം പറഞ്ഞ റെസ്പിറേറ്ററിയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഹാലോണിയം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആണെന്ന്. അതേപോലെ തന്നെയാണ് കാർഡിയാക് ടോണിക്കും ആണ്. കാർഡിയാക് ടോണിക്കും ആണ്, കാർഡിയാക് സ്റ്റിമുലന്റും ആണ് ആൻഹാലോണിയം ലെവിനി. നമ്മൾ ക്ലിനിക്കിൽ യൂസ് ചെയ്യുന്നത് 12C പൊട്ടൻസി ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ അതും അതേപോലെ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല, സ്പെഷ്യൽ അതായത് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഒന്നുമില്ല, പക്ഷെ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ നമുക്കൊന്ന് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കപ്പോൾ ആൻഹാലോണിയം കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ എമർജൻസി കേസിൽ നമ്മൾ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ്സ് ഇന്റർവെൽ തന്നെ കൊടുക്കാം. ഡയലൂഷൻ ആയാലും പിൽസ് ആണെങ്കിലും ഒരു 5 മിനിറ്റ്സ് ഇന്റർവെൽ തന്നെ കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കാർഡിയാക് സ്റ്റിമുലന്റ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അടുത്തത് അമോണിയം കോസ്റ്റിക്കോ ആണ്. അമോണിയം കോസ്റ്റിക്കം 30. അമോണിയം കോസ്റ്റിക്കും ഒരു കാർഡിയാക് സ്റ്റിമുലന്റ് ആണ്. ഒരു ഹാർട്ട് അറ്റാക്ക് സസ്പെക്ട് ചെയ്യുന്ന കേസസിൽ നമുക്ക് അൻഹാലോണിയം കൊടുക്കുന്ന പോലെ അമോണിയം കോസ്റ്റിക്കും കൊടുക്കാം. എവറി 5 മിനിറ്റ്സ് കൊടുക്കുക. എന്നിട്ട് പേഷ്യന്റ് അടുത്ത് പിന്നെ നടക്കാനോ വേറെ ഒന്നും ആക്ടിവിറ്റീസ് ചെയ്യരുത് എന്ന് പറയാം. പേഷ്യന്റ് അപ്പൊ തന്നെ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞയക്കാം. ഇപ്പൊ നമുക്കൊരു ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് ആ പേഷ്യന്റ് ഇപ്പൊ ചെസ്റ്റ് റീജിയനിൽ പെയിൻ പറയാണ്, പേഷ്യന്റ് നമുക്ക് ആ ഒരു ലക്ഷണങ്ങളൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ മെഡിസിൻസ് ഏതെങ്കിലും കൊടുത്തിട്ട് നമുക്ക് എന്താ പറയാ പേഷ്യന്റിനെ പറഞ്ഞയക്കാം, ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടി പറയാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ മേ ബി പേഷ്യന്റ് ലൈഫ് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ചിലപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അപ്പൊ ഓക്കെ കുഴപ്പമില്ല, ഓൾറൈറ്റ്. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡയഗ്നോസ് ചെയ്തില്ല എന്ന് വരാൻ പാടില്ല. അപ്പൊ അതിനാണ് ഇത് പറയണത്. അപ്പൊ ഈവൻ ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞു ക്യാൻസർ, ഇപ്പൊ നമുക്ക് ലോ ഷുഗർ, ലോ BP എന്തിനു വേണമെങ്കിലും കൊടുക്കാന്ന്. അപ്പൊ പിൽസിലായിട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ഒരു സ്വീറ്റ്നെസ്സും കൂടെ കിട്ടുമ്പോൾ ഒന്നും കൂടെ ഒരു എനർജി, ഒരു ഗ്ലൂക്കോസ് കഴിക്കുന്ന ആ ഒരു ഇതും കിട്ടും, ക്യാൻസറിന്റെ ആക്ഷനും കിട്ടും. അപ്പൊ പേഷ്യന്റ് ആ സമയത്ത് ആ സെക്കൻഡ് തന്നെ ചിലപ്പോൾ ഒന്ന് ഫെയിന്റ് ചെയ്ത പേഷ്യന്റ് ആയിരിക്കും. നമ്മൾ ക്യാൻസർ പിൽസോ ഒന്ന് വായിലിട്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡയല്യൂഷൻ നമ്മൾ ഇതാക്കുമ്പോഴോ നാക്കിൽ ഒറ്റിച്ചു കൊടുക്കുമ്പോഴോ പെട്ടെന്ന് ആ മൊമെന്റിൽ തന്നെ പേഷ്യന്റ് ചാടി എഴുന്നേക്കും. അതാണ് ക്യാൻസറിന്റെ ഇത്. പിന്നെ പൻഹാലോണിയം, അമോണിയം കോസ്റ്റിക്കും ഇതേപോലത്തെ ഒരു മെഡിസിൻ ആണ് യൊഹീംബിനം എന്ന് പറയുന്നത്. യൊഹീംബിനം എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയൽ മെഡിക്ക വായിച്ചു നോക്കുമ്പോൾ ബോറിക്കൽ നോക്കുമ്പോൾ നമുക്ക് ഈ സിംറ്റംസ് കാണില്ല. പക്ഷെ യൊഹീംബിനം എന്ന് പറയുമ്പോൾ അതെന്താ വെച്ചാൽ ബെസ്റ്റ് റെമഡി ഫോർ ഇഷീമിയ എനിവേർ ഇൻ ദ ബോഡി. എവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ടെങ്കിലും അത് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കാൻ വേണ്ടി സഹായിക്കും. അതാണ് യൊഹീംബിനത്തിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ അലോപ്പതിയിൽ ഇപ്പൊ ആസ്പിരിൻ പറയും, ബ്ലഡ് ഫ്ലോ ഒന്ന് സ്മൂത്ത് സ്ലോ ആക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെയാണ് നമ്മളുടെ യൊഹീംബിനം എന്ന് പറയുന്നത്. അതിപ്പോ നമുക്കിപ്പോ ക്ലിനിക്കില് ഈ കേസിന് മാത്രമല്ല, ഇപ്പൊ ഒരു നംനെസ് ഒക്കെ ആയിട്ട് വരികയാണ്, അപ്പൊ അതാകുമ്പോ കൈ തരിപ്പ്, കാൽ തരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കേസിനാണെങ്കിലും നമുക്ക് യൊഹീംബിനം കൊടുക്കാം. അതും നല്ലതായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ. അപ്പൊ അതും ഒരു മെഡിസിൻ ആണ്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ അലോപ്പതിയിലൊക്കെ പോകുമ്പോൾ ഒരു സസ്പെക്ടഡ് ഹാർട്ട് അറ്റാക്ക് കേസ് ആണെങ്കിൽ അവർ നമുക്ക് സബ്ലിംഗ്വൽ ആയിട്ട് നൈട്രോഗ്ലിസറിൻ തരും വെക്കാൻ വേണ്ടിയിട്ട്. പേഷ്യന്റിന് പോകുമ്പോൾ സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്സും ഇട്ട് തരും അലോപ്പതിയിൽ പോകുമ്പോൾ. നമുക്ക് അതേപോലെ ഹോമിയോപ്പതിയിലുള്ള ഒരു നൈട്രോഗ്ലിസറിൻ ആണ് ഗ്ലോണോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോണോയിൻ 30 വളരെ നല്ല മെഡിസിൻ ആണ്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ വെസൽസ് ഒക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യും, എന്നിട്ട് ബ്ലഡ് ഫ്ലോ ഹാർട്ട് മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എന്താ പറയാ ഇൻസ്റ്റന്റ്ലി സ്പീഡ് അപ്പ് ചെയ്യും. അതാണ് ഗ്ലോണോയിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റെമഡീസ് എന്ന് പറയുന്നത്. ക്യാംഫറും, അൻഹാലോണിയം, അമോണിയം കോസ്റ്റിക്കം, യൊഹീംബിനം, ഗ്ലോണോയിൻ എന്നൊക്കെ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് യോഹിബിനം യൊഹീംബിനം മദർ ടിഞ്ചർ. യൊഹീംബിനം മദർ ടിഞ്ചർ ആണ്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ആണെങ്കിലും മതി. ഒരു ഡ്രോപ്പ് പക്ഷെ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പിൽ പേഷ്യന്റിന് കൊടുക്കുക, എന്നിട്ട് അപ്പൊ തന്നെ പേഷ്യന്റിനെ റെഫർ ചെയ്യാം. അതാണ് ചെയ്യാം. നമ്മൾ ഒരിക്കലും വെച്ചിരിക്കരുത്. ഇപ്പൊ ഇത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ പേഷ്യൻസിനെ പറയുമ്പോൾ നമ്മളുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ വന്നു അങ്ങനെ കൊടുക്കുക. അല്ലാതെ നമുക്കിപ്പോ എന്താ പറയാ എല്ലാവർക്കും കൊടുക്കണം, മാറ്റാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. നമുക്കിതിൽ ഗ്യാരണ്ടി എന്നില്ല, പക്ഷെ നമുക്ക് കൊടുത്തു നോക്കാം. മേ ബി നമുക്ക് പേഷ്യന്റ് ലൈഫ് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഇതിൽ പറയണത്. ഇനി നെക്സ്റ്റ് പറയുമ്പോൾ ഓരോ പെർട്ടിക്കുലർ സിംറ്റംസ് വെച്ചിട്ടാണ് പറയാൻ പോണത്. അതിൽ ആദ്യത്തെ മെഡിസിൻ അക്ടോനേറ്റ് ആണ്. അക്ടോനേറ്റ് എന്ന് പറയുമ്പോൾ അക്ടോനേറ്റ് നാപ്പിലസ് 30 ആണ് കൊടുക്കാറ്. അതിന്റെ ഇതെന്താ വെച്ചാൽ പേഷ്യന്റ് ഇങ്ങനെ ഹാർട്ടിൽ തൊട്ട് കാണിക്കും, അയ്യോ ഡോക്ടറെ എനിക്ക് ഇവിടെ വേദനിക്കണോ, ഞാൻ ഇപ്പൊ മരിക്കും പറയും. അതാണ് അക്ടോനേറ്റ് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഭയങ്കര പേഷ്യന്റ് പറയും ഞാൻ ഇപ്പൊ മരിക്കാൻ പോവുകയാണെന്ന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് രാംസാർ പറയും, ഒരു വിസിറ്റിന് പോയ സമയത്ത് ഒരു രാംസാറിന്റെ നെയ്ബർ തന്നെയാണ്. അപ്പൊ ആ പേഷ്യന്റ് ഒരു റിലേറ്റീവ് രാംസാറിനെ വിളിച്ചു, വേറൊരു റിലേറ്റീവ് അടുത്തുള്ള ഒരു അലോപ്പതി ഡോക്ടറിനെയും വിളിച്ചു. അവിടെ പോകുമ്പോഴേ അറിയണം രണ്ടുപേരും ഉണ്ടെന്ന്.
അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ പേഷ്യന്റ് ആണെങ്കിൽ ഇങ്ങനെ പറയണം, അയ്യോ എനിക്കിവിടെ വേദനിക്കുന്നു, ഞാൻ ഇപ്പം മരിക്കും, എനിക്കിവിടെ വേദന സഹിക്കാൻ വയ്യാതെ റെസ്റ്റ്ലെസ് ആയിരിക്കുകയാണ്. പേഷ്യന്റ് ഇങ്ങനെ തന്നെ പോയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, എനിക്ക് ഇഞ്ചക്ഷൻ താ എന്ന് പറയണം. അപ്പൊ രാം സാറ് പറഞ്ഞു അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത്, എന്നാ പിന്നെ സാർ ഇഞ്ചക്ഷൻ ഇട്ട് കൊടുക്കൂ പറയും. ആ ഡോക്ടർ ഇഞ്ചക്ഷൻ ഇട്ട് കൊടുത്തിട്ട് പോയി. പക്ഷെ എന്നിട്ടും പേഷ്യന്റിന് വേദനയ്ക്ക് കുറവില്ല. പക്ഷെ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും ഇനി ഇഞ്ചക്ഷൻ ഇട്ടിട്ടും വേദന മാറാതെയായപ്പോ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോന്നൊരു ഇതായി. അപ്പൊ ഓക്കെ, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് രാം സാർ അങ്ങനെ പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വന്നു. ക്ലിനിക്കിൽ വന്ന് ഇരുന്ന ഉടനെ ഫോൺ വന്നു, പേഷ്യന്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. മീൻസ് രാം സാർ ഒന്നും മെഡിസിനോ ഒന്നും കൊടുത്തില്ല അക്കോണൈറ്റ്, കാരണം നമ്മളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തില്ല. അപ്പൊ പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ നമ്മൾ പോയിട്ട് ഒന്നും കൊടുക്കരുത്. അപ്പൊ അതുകൊണ്ട് ഒന്നും കൊടുത്തില്ല. പക്ഷെ ആ സിംറ്റം എപ്പോഴും പറയും, അങ്ങനത്തെ അക്കോണൈറ്റിന്റെ സിംറ്റം ഉള്ള ഒരു പേഷ്യന്റിനെ കണ്ടിട്ടുണ്ട് ടെർമിനൽ സ്റ്റേജിൽ. അപ്പൊ അവർക്ക് മാസീവ് അറ്റാക്ക് ആണ്, ആ പേഷ്യന്റ് മരിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഇതൊക്കെ എന്തിനാ വെച്ചാൽ പറയണത്, നമുക്ക് കുറച്ച് മെഡിസിൻസ് നമ്മുടെ ക്ലിനിക്കിലും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും കൊണ്ടുവയ്ക്കാം. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ സിംറ്റംസ് കാണുകയാണെങ്കിലും നമുക്ക് അപ്പൊ കൊടുത്തിട്ട് 5 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ കൊടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. അതിനാണ് ഇത് പറയണത്. അപ്പൊ അല്ല അക്കോണൈറ്റ്. ഇനി നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയണത് അമോണിയം കാർബാണ്. അമോണിയം കാർബ് 30th പൊട്ടൻസി. ഈ ഒരു സ്റ്റഡി പ്രകാരം പറയണത് എന്താ വെച്ചാല്, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്സ് കാണുന്നത് ഒരു പുലർച്ചെ ഒരു 3 to 4 AM എന്നാണ് പറയണത്. 3 to 4 AM. അത് തന്നെയാണ് അമോണിയം കാർബിന്റെ സിംറ്റം. എവറി കംപ്ലൈന്റ് വേഴ്സ് അറ്റ് 3 to 4 AM എന്ന് പറയുന്നത് അമോണിയം കാർബാണ്. അമോണിയം കാർബിനും ഇതേപോലെ ഭയങ്കര പാൽപിറ്റേഷൻസ് ആയിരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും, നെഞ്ചിടിപ്പ്, ഓഡിബിൾ പാൽപിറ്റേഷൻസ് ആയിരിക്കും. എന്നിട്ട് അതേപോലെ പേഷ്യന്റ് ഹാർട്ടൊക്കെ വീക്കായി ഇങ്ങനെ മരിക്കാൻ പോകും. അത് എപ്പോഴും അഗ്രവേഷൻ എന്ന് പറയുന്നത് 3 to 4 AM ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മൾ അമോണിയം കാർ പേഷ്യന്റിന് നമ്മൾ ഒരു ഇങ്ങനെ ഇത്രയും പാൽപിറ്റേഷൻസ് ഒക്കെ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഡ്രോപ്പ് അമോണിയം കാർ 30 നാക്കിൽ ഒറ്റിച്ച് കൊടുക്കും. അപ്പൊ പേഷ്യന്റ് ചിലപ്പോ ഒരു മിനിറ്റ് കഴിയുമ്പോ പറയും, എന്റെ എല്ലാം ഇപ്പൊ ശരിയായി, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, എന്റെ എല്ലാം മാറിയെന്ന്. പക്ഷെ അടുത്ത മിനിറ്റ് ചിലപ്പോ പേഷ്യന്റ് മരിക്കാൻ മരിക്കും ചിലപ്പോ. അതാണ് അമോണിയം കാർ പേഷ്യന്റ്. എല്ലാം എനിക്ക് ശരിയായി, ഒരു ഡോസ് മരുന്ന് കഴിക്കുമ്പോഴേക്കും എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല പറയും, പക്ഷെ നെക്സ്റ്റ് മിനിറ്റ് പേഷ്യന്റ് മരിക്കുകയും ചെയ്യും. അതാണ് പേഷ്യന്റ് ഗോട്ട് ഓൺ വെൽ ദെൻ ഹാർട്ട് ഫെയിൽഡ് ഹിയർ എന്ന് പറയും. അമോണിയം കാർബിന്റെ സിംറ്റം ആണ് അത്. പേഷ്യന്റ് ഗോട്ട് ഓൺ വെൽ ബട്ട് ഹാർട്ട് ഫെയിൽഡ് ഹിയർ. ഓക്കെ, ശരിയായി തോന്നും, പക്ഷെ അപ്പൊ തന്നെ ഹാർട്ട് ഫെയിലിയർ വന്ന് മരിക്കുകയും ചെയ്യും. 3 to 4 AM അഗ്രവേഷൻ ആണ്. പാൽപിറ്റേഷൻസ് ഉണ്ടാവും, ഭയങ്കര കോൾഡ് സ്വെറ്റ് ആയിരിക്കും. അതൊക്കെയാണ് അമോണിയം കാർബിന്റെ സിംറ്റംസ്. ഇനി നെക്സ്റ്റ് മെഡിസിൻസ് എന്ന് പറയുന്നത് മെഡിസിൻ ആർണിക്കയാണ്. ആർണിക്കയും 30th പൊട്ടൻസിയാണ്. ആർണിക്കന്റെ സിംറ്റം എന്താന്ന് വെച്ചാല്, പേഷ്യന്റിന് എപ്പോഴും ഈ ലെഫ്റ്റ് എൽബോ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ലെഫ്റ്റ് എൽബോ പെയിൻഫുൾ ആണ് ആർണിക്കന്റെ സിംറ്റം. അപ്പൊ നമ്മളുടെ അടുത്തൊരു ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ എന്താ പറയാ, ഒരു ഷോൾഡർ പെയിനോ എൽബോ ജോയിന്റ് പെയിന് അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് വരാൻ വേണ്ടി പറയും. ചിലപ്പോൾ വേറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു 5 to 6 months ആയി തുടങ്ങിയിട്ട് നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഇനീഷ്യലി പെട്ടെന്ന് എനിക്കൊരു ദിവസം ഇങ്ങനെ കൈവേദന തുടങ്ങി അല്ലെങ്കിൽ കഴുത്ത് വേദന തുടങ്ങി, ഷോൾഡർ ഭയങ്കര വേദന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും ഒന്ന് കാർഡിയോളജിസ്റ്റ് ഒന്ന് പോയി കൺസൾട്ട് ചെയ്തിട്ട് വരും. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം, പിന്നെ ഒന്നും നോക്കണ്ട. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വരരുതല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ വേണ്ടി പറയും. അപ്പൊ അതാണ്. അപ്പൊ ആർണിക്കിന്റെ സിംറ്റം എന്ന് പറയുന്നത് ലെഫ്റ്റ് എൽബോ പെയിൻഫുൾ ആയിരിക്കും പേഷ്യന്റിന്. അതേപോലെ ഈ ചില സമയത്ത് ഇങ്ങനെ വീട്ടിലൊക്കെ കാണും, ഇങ്ങനെ ഭയങ്കര ലെഫ്റ്റ് എൽബോ പെയിൻഫുൾ ആയിട്ട് നിൽക്കും. അങ്ങനെ പെട്ടെന്ന് വരികയാണ്, ഒരു ഹാർട്ട് റീജിയനിലൊക്കെ ഒരു അസ്വസ്ഥത, വേദന, ഒരു പ്രിക്കിംഗ് സെൻസേഷൻ ഒക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ പേഷ്യന്റ് അടുത്ത് അനങ്ങരുത് എന്ന് പറയണം. ഈവൻ അത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ പേഷ്യന്റ് കുഴഞ്ഞു വീണ് മരിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ആർണിക്ക 30 ഒരു 5 minutes ഇന്റർവെല്ലിൽ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി നോക്കുക. ഹോസ്പിറ്റലിൽ എത്തുന്ന വരയ്ക്കും നമുക്ക് ആ ലൈഫ് സേവ് ചെയ്യാൻ പറ്റി അത്രയും നല്ലതല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. ലെഫ്റ്റ് എൽബോ പെയിൻഫുൾ ആണ് ആർണിക്കന്റെ സിംറ്റം. ഇതേപോലെ തന്നെ വരുന്നതാണ് നാജ. നാജ 30. നാജ 30 എന്ന് പറയുമ്പോഴും ലെഫ്റ്റ് സൈഡ് ആണ് ഫുൾ പെയിൻഫുൾ. ലെഫ്റ്റ് ആം, ലെഫ്റ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഫിംഗേഴ്സ് എല്ലാം പെയിൻഫുൾ ആയിരിക്കും. നെക്ക് പെയിൻഫുൾ ആണ്. പിന്നെ ഭയങ്കര പേടിയായിരിക്കും പേഷ്യന്റ്. ഇപ്പൊ മരിക്കും, അയ്യോ ഞാൻ മരിക്കോ എന്ന് പറഞ്ഞിട്ട് പേടിയായിരിക്കും. ആ നെക്ക് തൊട്ടിട്ട് ലെഫ്റ്റ് ഷോൾഡർ, ലെഫ്റ്റ് ആം, ലെഫ്റ്റ് ഫിംഗേഴ്സ് വരയ്ക്കും പെയിൻ എക്സ്റ്റെൻഡ് ചെയ്യും. അതേപോലെ BP ലോ ആയിരിക്കും നാജ പേഷ്യന്റിന്.
ഇതാണ് ലെഫ്റ്റ് സൈഡ് എഫക്ഷൻസ് വരുന്നത്. പാർണിക്കയുണ്ട്, ലെഫ്റ്റ് എൽബോ പെയിൻഫുൾ, പിന്നെ നാജ കംപ്ലീറ്റ് നെക്ക് തൊട്ടിട്ട് ഫിംഗേഴ്സ് വരയ്ക്കും പെയിൻ ആണ് നാജയുടെ പോയിന്റ്. ഇതുപോലെ വരുന്നതാണ് സിംസിഫ്യൂഗ. സിംസിഫ്യൂഗയ്ക്ക് എന്താ വെച്ചാല് ഈ ലെഫ്റ്റ് ആം ഇങ്ങനെ ദേഹത്തോട് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കും. ആ കൈ ഇങ്ങനെ അനക്കാൻ പറ്റില്ല. ലെഫ്റ്റ് കൈ ഒന്ന് ചെറുതായിട്ട് പൊക്കുന്നത് പോലും പേഷ്യന്റിന് ഭയങ്കര പേടിയായിരിക്കും. ആ ലെഫ്റ്റ് കൈ എപ്പോഴും ഇങ്ങനെ ശരീരത്തോട് ചേർന്നിരിക്കും. അതാണ് സിംസിഫ്യൂഗയുടെ. സിംസിഫ്യൂഗ അപ്പൊ മദർ ടിഞ്ചറോ 3x എന്ത് വേണമെങ്കിലും കൊടുക്കാം. 3x ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സേഫ് ആയിരിക്കും. അതും അതേപോലെ ഒരു ഡ്രോപ്പ് നാക്കിൽ ഒരു 5 minutes ഇന്റർവെല്ലിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നമുക്ക് എന്താ വെച്ചാൽ ഇതിലൂടെ നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിനെ ഹാർട്ട് അറ്റാക്ക് നമ്മൾ സസ്പെക്ട് ചെയ്യാം. നമ്മളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കനോട്ട് ലെഫ്റ്റ് ആം ഇസ് ബൗണ്ട് ടു സൈഡ്, കനോട്ട് മൂവ് ലെഫ്റ്റ് ആം. അതാണ് സിംസിഫ്യൂഗയുടെ സിംറ്റം എന്ന് പറയുന്നത്. ഇതേപോലെ ലെഫ്റ്റ് സൈഡ് വരുന്ന വേറൊരു മെഡിസിൻ ആണ് ലാക്ട്രോഡെക്ടസ് മാക്ടൻസ്. ലാക്ട്രോഡെക്ടസ് മാക്ടൻസ് 38th പൊട്ടൻസി തന്നെയാണ്. അതും ഇതേപോലെ തന്നെയാണ്. പ്രിക്കോർഡിയൽ പെയിൻ ഉണ്ടാവും, ഹാർട്ട് റീജിയനിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. പിന്നെ അതേപോലെ ആക്സില, ലെഫ്റ്റ് ആം, ലെഫ്റ്റ് ഫിംഗേഴ്സ് എല്ലാവിടെയും പെയിൻ ആയിരിക്കും. അതാണ് ലാക്ട്രോഡെക്ടസ് മാക്ടൻസ് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് എൽബോ എന്ന് പറയുന്നത് ആർണിക്കയാണ്. പിന്നെ നേപ്പ് ഓഫ് നെക്ക് തൊട്ടിട്ട് ഫിംഗേഴ്സ് വരയ്ക്കും. വിത്ത് ലോ BP ആണെങ്കിലും അത് നാജയാണ്. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ആം അല്ലെങ്കിൽ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കുക, ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാത്തത് സിംസിഫ്യൂഗയാണ്. പിന്നെ ലാക്ട്രോഡെക്ടൻസിനും അതേപോലെ ലെഫ്റ്റ് ആക്സില, ലെഫ്റ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഫിംഗേഴ്സ്, ഫോർ ആം എല്ലാം പെയിൻഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി ഒരു മെഡിസിൻ ആണ് ലോറോസെറേസിസ്. ലോറോസെറേസിസും നമ്മൾ യൂസ് ചെയ്യാം, മദർ ടിഞ്ചർ ആണ് യൂസ് ചെയ്യാം. ലോറോസെറേസിസ് പേഷ്യന്റ് എങ്ങനെയായിരിക്കും വെച്ചാലും ഇങ്ങനെ പിടിക്കും, പെട്ടെന്നായിരിക്കും പിടിക്കും, അയ്യോ എനിക്ക് വേദനിക്കണോ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അതാണ് പേഷ്യന്റ് ക്ലച്ചസ് അറ്റ് ഹിസ് ഹാർട്ട്. അതാണ് ലോറോസെറേസിന്റെ സിംറ്റം. പേഷ്യന്റ് ക്ലച്ചസ് അറ്റ് ഹിസ് ഹാർട്ട് എന്നാണ്. എക്സ്ട്രീം പെയിൻ കാരണം ഇങ്ങനെ പിടിച്ചിട്ട് അയ്യോ എന്റെ നെഞ്ച് വേദനിക്കണോ, എനിക്ക് എന്തോ ചെയ്യണോ പറഞ്ഞിട്ട് പറയണതാണ്. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചുറ്റും കാണാൻ പറ്റും, ഇങ്ങനെ ആൾക്കാർ കാണിക്കണത്. നമുക്ക് വരണം എന്നില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ചുറ്റും കാണാൻ പറ്റും ഇതുപോലെയൊക്കെ പേഷ്യൻസ് കാണിക്കണത്. അപ്പൊ നമുക്ക് എപ്പോഴും ഇത് ഓർത്ത് വെക്കുക. എന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഇത് അറിയാതെ പോകരുതല്ലോ, ഇതാണ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനു വേണ്ടി ഒന്ന് ഓർത്തിരിക്കുക. ലോറോസെറേസിസ് പറയുമ്പോൾ സഡൻലി ആണ്. അപ്പൊ ഒരു ഡ്രോപ്പ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു 5 minute കൂടുമ്പോൾ നാക്കിൽ ഒറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാൻ വേണ്ടി പറയാം. അതാണ് ലോറോസെറേസിസ്. ഇനി അടുത്തത് ജെൽസീമിയം ആണ്. ജെൽസീമിയം എല്ലാവർക്കും ഏകദേശം അറിയാം. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പേഷ്യന്റിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ആ ഒരു ലക്ഷണങ്ങൾ വരുമ്പോൾ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കണം. ഇപ്പൊ രാംസാർ അടക്കം പറയും, രാംസാറിന് ചില സമയത്ത് അങ്ങനെ ഒരു അസ്വസ്ഥത വരാറുണ്ട് എന്ന് പറയും. ഭയങ്കര എന്തോ ഒരു അൺഈസിനെസ് ഒക്കെ തോന്നും, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു 10, 15, 20 minute ഒക്കെ ഇങ്ങനെ നടക്കും. അപ്പൊ എപ്പോഴും രാംസാർ എന്തെങ്കിലും വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ജെൽസീമിയം മദർ ടിഞ്ചർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിംറ്റം തോന്നുമ്പോൾ മദർ ടിഞ്ചർ നാക്കിൽ ഒറ്റിച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരു 5 minutes ഗ്യാപ്പിൽ ഒറ്റിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു 15 to 20 minutes നടക്കും. അപ്പൊ നമ്മളെല്ലാവരും പറയും സാർ ഒന്ന് പോയി ചെക്കപ്പ് ചെയ്യൂ എന്ന് പറയും. പക്ഷെ സാറ് പറയും കുഴപ്പമില്ല, ഇത് കഴിച്ചാൽ മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടാക്കാറില്ല. പക്ഷെ ഒരു 3-4 തവണ ഇതുപോലത്തെ ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ട് സാർക്ക്. ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു 15-20 minute നടക്കും. നടന്നു കഴിയുമ്പോൾ ഓക്കെ, പിന്നെ സാറ് നോർമൽ ആവുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാണ് ജെൽസീമിയം. പെയിന് കാരണം പേഷ്യന്റ് നടന്നേ പറ്റൂ, മസ്റ്റ് വാക്ക് ഡ്യൂ ടു സഡൻ പെയിൻ ഇൻ ദ ഹാർട്ട്. അതാണ് ജെൽസീമിയം. ഇനി ഈ ജെൽസീമിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. ഡിജിറ്റാലിസിൽ പേഷ്യന്റ് വരുമ്പോ എന്താ വെച്ചാല് പേഷ്യന്റ് എഴുന്നേൽക്കുക പോലും ഇല്ല, അനങ്ങില്ല പേഷ്യന്റ് പേടിയാണ്, അയ്യോ ഞാൻ അനങ്ങിയാ മരിച്ചു പോകൂ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഒരു അൺഈസിനെസ് ആയിരിക്കും പേഷ്യന്റിന്, ഒരു ഭയങ്കര ഒരു അസ്വസ്ഥത, എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ പേഷ്യന്റ് ഡിജിറ്റാലിസ് 30th പൊട്ടൻസി ആണ് നല്ലത്. അത് അതേപോലെ ഒരു ഡ്രോപ്പോ അല്ലെങ്കിൽ 5 ഗുളികയോ 5 പിൽസോ ഒരു 5 minutes ഗ്യാപ്പിൽ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുക ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും. അതാണ്. അപ്പോൾ ജെൽസീമിയം പറയുമ്പോൾ ഹാർട്ട് പെയിന് കാരണം പേഷ്യന്റ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം, പേഷ്യന്റ് ഇരിക്കാൻ പറ്റില്ല റെസ്റ്റ്ലെസ്നെസ് കാരണം. എന്നാൽ ഡിജിറ്റാലിസ് ആവുമ്പോൾ പേഷ്യന്റിന് ഇരിക്കും, പേഷ്യന്റ് അനങ്ങുക പോലും ഇല്ല, ഒന്ന് അനങ്ങുക പോലും ഇല്ല ഇത് കാരണം. അതാണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്.
പിന്നൊന്ന് നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് കാലി കാർബാണ്. കാലി കാർബാണ് നെക്സ്റ്റ് മെഡിസിൻ. കാലി കാർബ് എന്താന്ന് വെച്ചാല് ബേണിംഗ് ഇൻ ചെസ്റ്റ് റീജിയൻ എന്നാണ് പറയാ. എസ്പെഷ്യലി ബേണിംഗ് എല്ലാവിടെയും ഉണ്ടാകും, പക്ഷെ ബേണിംഗ് സെൻസേഷൻ ഓൾ ഓവർ ദ ചെസ്റ്റ് റീജിയൻ എല്ലാവിടെയും, അതും എസ്പെഷ്യലി ഓൺ ക്ലൈംബിംഗ് സ്റ്റെയർസ്. ബേണിംഗ് സെൻസേഷൻ ഓൾ ഓവർ ദ ചെസ്റ്റ് റീജിയൻ എസ്പെഷ്യലി ഓൺ ക്ലൈംബിംഗ് സ്റ്റെയർസ്. ഇതെന്താ വെച്ചാൽ ഇപ്പൊ സാറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ പെട്ടെന്ന് എവിടെയോ ഇങ്ങനെ എന്തോ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ കംപ്ലീറ്റ് ബേണിംഗ് വന്നു. വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു, വീട്ടിന്റെ അടുത്തോ കൃഷി സ്ഥലത്തോ എവിടെയോ ഇങ്ങനെ കേറുമായിരുന്നു. ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പെട്ടെന്ന് ഒരു എരിച്ചിൽ വന്നു. അപ്പൊ തന്നെ രാം സാറിന്റെ അടുത്ത് വന്നു. വന്നിട്ട് ഇങ്ങനെ എരിച്ചിലാണ് എന്ന് പറഞ്ഞു. സാറിന്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ സാർ അപ്പൊ തന്നെ കാലി കാർബാണ് കൊടുത്തത്. 5 minutes ഗ്യാപ്പിൽ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് 30th പൊട്ടൻസി കൊടുത്തു. എന്നിട്ട് ഒന്നും ഇനി വീട്ടിലോട്ടൊന്നും പോണ്ട, അവിടെ തന്നെ ഒരു കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ അയച്ചു. ഹോസ്പിറ്റലിൽ പോയപ്പോ അന്ന് അവർ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോ ആൻജിയോഗ്രാം ഒക്കെ നോക്കിയപ്പോ ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അന്ന് തന്നെ ചെയ്തു പേഷ്യന്റിനെ. അപ്പൊ അതാണ് കാലി കാർബ്. ബേണിംഗ് സെൻസേഷൻ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. മീൻസ് ഓക്കെ ഇത് വല്ല ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലായിരിക്കാം, ഹാർട്ട് ബേൺ ആയിരിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു പ്രത്യേകിച്ച് നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ പെട്ടെന്ന് അതുവരെയ്ക്കും ഇല്ല, പക്ഷെ പെട്ടെന്ന് ഒരു ബേണിംഗ് സെൻസേഷൻ വരികയാണെങ്കിൽ ഇവിടെ ഹാർട്ട് അറ്റാക്ക് സസ്പെക്ട് ചെയ്യാം. കാരണം ഇതൊരു നേരിട്ട് കണ്ടൊരു കേസാണ്. അപ്പൊ തന്നെ പേഷ്യന്റ് പോയി അന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും ചെയ്യും. അതാണ് കാലി കാർബ്. ബേണിംഗ് സെൻസേഷൻ ഓൾ ഓവർ ദ ചെസ്റ്റ് എസ്പെഷ്യലി ഓൺ ക്ലൈംബിംഗ് സ്റ്റെയർസ്. ഇനി നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ഡയസ്കോറിയ. അത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയസ്കോറിയനെ കുറിച്ച്. പേഷ്യന്റ് എങ്ങനെയായിരിക്കും, ഒരു 2-3 പില്ലോ ബാക്കിൽ വെക്കും, എന്നിട്ട് ഇങ്ങനെ താഴ്ന്നിരിക്കും, ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. ഫോർവേഡ് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും ഡയസ്കോറിയ പേഷ്യന്റ്. അപ്പോൾ നമ്മൾ പക്ഷെ ആസ്മാറ്റിക് പേഷ്യന്റ് അല്ല, അവർക്ക് ആസ്മാറ്റിക് ഹിസ്റ്ററി ഇല്ല, എങ്കിൽ കൂടെ ആ പേഷ്യന്റ് എന്തെയും വെച്ചാൽ ഇങ്ങനെ ഒരു ശ്വാസമുട്ടലായിരിക്കും. അപ്പൊ നമ്മൾ പേഷ്യന്റ് അടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല അവര്. പക്ഷെ ശരിക്കും അവർക്ക് കുഴപ്പമുണ്ട്. കാരണം സാറിന്റെ പാരന്റ്സിന് ഇതേപോലെ ഉണ്ടാവുമ്പോൾ, പാരന്റ്സിന് ആർക്കും ആസ്മാറ്റിക് ഹിസ്റ്ററി ഇല്ല, പക്ഷെ അവർക്ക് വയസ്സാകുമ്പോൾ അവർ ഇതേപോലെ പില്ലോസ് ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അപ്പൊ ഡയസ്കോറിയാണ് സാറ് കൊടുക്കാറ്. എന്നിട്ട് സാറിന്റെ അച്ഛനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അത് മയോകാർഡിൽ ഇൻഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു. അപ്പോഴേക്കും ഒരുപാട് ഏജ് ആയി. പിന്നെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് മരിച്ചു. പക്ഷെ ഇതേ സിംറ്റംസ് സാറിന്റെ ഫാമിലിയിൽ തന്നെ എവിഡന്റ് ആയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് ഡയസ്കോറിയ. Sure sign of impending heart attack ആണ് due to myocardial infarction. Patient എങ്ങനെയായിരിക്കും വെച്ചാൽ will be sitting on bed with 2 to 3 pillows on his back and bending forward ആയിരിക്കും. പക്ഷെ ആസ്മാറ്റിക് ഹിസ്റ്ററി ഉണ്ടാവില്ല. അതാണ് ഡയസ്കോറിയന്റെ സിംറ്റം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയസ്കോറിയയുടെ. അത് ഡിസ്നിയോ ആവാം, ആ സമയത്ത് ഡിസ്നിയ വരും. പക്ഷെ അതെന്താ വെച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു സൈൻ ആണ് ഇത് ഡയസ്കോറിയ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കാക്ടസ് ആണ് പറയാൻ പോകുന്നത്. കാക്ടസ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് ഇതും നമുക്ക് നേരിട്ട് കണ്ടൊരു കേസാണ്. നമ്മളുടെ അടുത്തുള്ള ഒരു ബാങ്കിലത്തെ മാനേജർ വന്നിട്ടുണ്ടായിരുന്നു. മാനേജർ എന്താ വെച്ചാല് ഇവിടെയൊക്കെ എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ ആള് വിചാരിച്ചത് ഗ്യാസിന്റെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എല്ലാവിടെയും ഭയങ്കര ഒരു അസ്വസ്ഥത, ഇവിടേക്ക് ഇങ്ങനെ ആരോ പിടിച്ച് ഞെരുക്കണത് പോലെയുണ്ട്. പിന്നെ ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കാം. നമ്മളുടെ അടുത്തൊന്ന് ഇരിക്കുമ്പോഴും ഇങ്ങനെ ഏമ്പക്കം വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എല്ലാവിടെയും ഒരു അസ്വസ്ഥത, ഇവിടേക്ക് ഇങ്ങനെ ആരോ പിടിച്ച് ഞെരിക്കണത് പോലെ. അപ്പൊ ആ സമയത്ത് ആ പേഷ്യന്റ് കൊടുത്തത് കാക്ടസ് മദർ ടിഞ്ചർ ആണ്. കുറച്ചൊരു 15 ml കൊടുത്തു. എന്നിട്ട് അപ്പൊ തന്നെ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. പേഷ്യന്റ് പോയിട്ട് അഡ്മിറ്റ് ചെയ്തു. ആൻജിയോഗ്രാം എടുത്തപ്പോ ബ്ലോക്ക് അതുകൊണ്ട് അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. പക്ഷെ ആ പേഷ്യന്റും അങ്ങനെ അതും ഒരു ഇതാണ്. പക്ഷെ അത് കാക്ടസ് ആണ്. ഏമ്പക്കവും നെഞ്ചുവേദനയും, അതാണ് കാക്ടസ്. നെഞ്ചുവേദനയും വരും, ഏമ്പക്കവും വരും. ഇപ്പൊ എല്ലാവരും, ആ പേഷ്യന്റ് പോലും വന്നത് എന്തോ ഒരു ഗ്യാസ് ആണ്, ഇന്നലെ കഴിച്ച ഭക്ഷണം ശരിയായില്ല, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഏമ്പക്കം വന്നുകൊണ്ടേ ഇരിക്കണു, ഇവിടേക്ക് ഒരു എരിച്ചല്, ഇവിടേക്ക് ഇങ്ങനെ പിടിക്കണു. പക്ഷെ നെഞ്ചുവേദനയും ഉണ്ട്, ഏമ്പക്കവും ഉണ്ട്, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഫീലിംഗും ഉണ്ട്. അപ്പൊ മനസ്സിലായി അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം. എന്നാലും ഒന്ന് പോയി ചെയ്തിട്ട് വരൂ പറഞ്ഞയച്ചാണ്. അത് അങ്ങനെ തന്നെയായി. ഏമ്പക്കവും നെഞ്ചുവേദനയുമാണ് കാക്ടസിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് അഡ്രിനാലിൻ ആണ്. അടുത്ത മെഡിസിൻ അഡ്രിനാലിനും ഇതേപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊറാസിക് കൺസ്ട്രക്ഷൻ ആണ് അഡ്രിനാലിന്.
അഡ്രിനാലിൻ എന്ന് പറയുമ്പോൾ തൊറാസിക് കൺസ്ട്രക്ഷൻ, അത് ഈവൻ ഡിസ്നി ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും അതാണ്. തൊറാസിക് കൺസ്ട്രക്ഷൻ ആണ് അഡ്രിനാലിന്. ഇതിപ്പോ ഒരു പേഷ്യന്റ് നമ്മൾ മെഡിസിൻ കൊടുത്തതല്ല, പക്ഷെ ഒരു സാർ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ അല്ല, കുറച്ചൊരു 10 or 15 years ബാക്കിലും സാറിന്റെ ഒരു ഫ്രണ്ട് കോയമ്പത്തൂരാണ്. അപ്പൊ ആ ഫ്രണ്ട് ഇങ്ങനെ ഒരു ദിവസം മോർണിംഗ് വാക്കിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ സാറിന്റെ ഫ്രണ്ടിന് ഇവിടെ ഒരു ആരോ ഇങ്ങനെ കഴുത്തിൽ പിടിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായി, ഒരു കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ഉണ്ടായി. നടക്കാനൊന്നും പറ്റില്ല. പേഷ്യന്റ് അപ്പൊ തന്നെ അവിടെ ഇരുന്നു, അവിടെ നിന്നു. എന്നിട്ട് സാറിനെ വിളിച്ചു. രാവിലെ ഒരു 6 മണി 6:30 ആ സമയത്തായിരുന്നു. വിളിച്ചിട്ട് അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ മോർണിംഗ് വാക്കിലാണ്, പക്ഷെ എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഇനി നടക്കണ്ട, അവിടെ തന്നെ ഇരിക്കി, എന്നിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ ഫ്രണ്ട് പിന്നെ നടന്നില്ല, അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് വേറെ ആരെയോ അടുത്തുള്ള ആൾക്കാരനെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതൊരു എന്താ പറയാ, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അത് ആ പേഷ്യന്റ്. പിന്നെ അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. നമ്മൾ മെഡിസിൻ കൊടുത്തതും ഒന്നുമല്ല, പക്ഷെ എന്താ വെച്ചാൽ ഓക്കെ തൊറാസിക് കൺസ്ട്രക്ഷൻ വന്നപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് പേഷ്യന്റിനെ ഗൈഡ് ചെയ്യാൻ പറ്റി. അതാണ്. അപ്പൊ നമ്മളും ഇങ്ങനത്തെ ഒരു പേഷ്യൻസിനെ ഭാവിയിൽ എപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മളൊന്ന് തിരിച്ചറിയാം, ഓക്കെ ഇത് ഹാർട്ട് അറ്റാക്ക് ആവാം, ചിലപ്പോ അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ ഇനി ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് അഡ്രിനാലിൻ പറയുമ്പോൾ എപ്പോഴും തൊറാസിക് കൺസ്ട്രക്ഷൻ ആണ്. ഫീൽസ് ആസ് ഇഫ് സംതിങ് വാസ് സ്ക്വീസിങ് ഹെർ നെക്ക്. അതാണ്, ഫീൽസ് ആസ് ഇഫ് സംതിങ് വാസ് സ്ക്വീസിങ് ഹെർ നെക്ക്. ഭയങ്കര തൊറാസിക് കൺസ്ട്രക്ഷനും. അപ്പൊ തന്നെ പേഷ്യന്റ് എന്ത് പറ്റും, നടക്കാൻ പറ്റില്ല. ഇനി നടക്കണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നടക്കാൻ സമ്മതിക്കരുത്. ഇതുപോലത്തെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ ഒരിക്കലും നടക്കാൻ സമ്മതിക്കരുത്. ഇപ്പൊ അക്കണൈറ്റ് പറഞ്ഞു, ഞാൻ ആദ്യം അക്കണൈറ്റ് പറഞ്ഞു സാറിന്റെ ഒരു നെയ്ബർ ആയിരുന്നു, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും മാറിയില്ല. അപ്പൊ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പൊ സാർ ഒരു 10 minutes വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും പേഷ്യന്റ് മരിച്ചു. സാർ എപ്പോഴും പറയും, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോ ആ പേഷ്യന്റിനെ അപ്പൊ ഒന്ന് എടുത്തിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആള് പോയിട്ടുണ്ടാവും, മീൻസ് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, ഒന്ന് അത്രയും ആ പേഷ്യന്റ് സിവിയർ ആയിരുന്നു, നമുക്ക് കാണാനും പറ്റുമായിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ ഇങ്ങനത്തെ ഏത് സിംറ്റം ആണെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പേഷ്യന്റിന്റെ അടുത്ത് അധികം നടക്കാനോ അല്ലെങ്കിൽ ഈവൻ ബാത്റൂമിൽ പോലും പോണ്ടെന്ന് പറയുക. എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാം. അഡ്രിനാലിൻ എന്ന് പറയുമ്പോൾ തൊറാസിക് കൺസ്ട്രക്ഷൻ ആണ്. ഫീൽസ് ആസ് ഇഫ് സംതിങ് വാസ് സ്ക്വീസിങ് ഹെർ നെക്ക്. അതാണ് അഡ്രിനാലിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു സിംറ്റം വരുന്നതാണ് അമൈൽ നൈട്രോസം എന്ന് പറയുന്നത്. ഇതേ സിംറ്റം ആണ് അമൈൽ നൈട്രോസത്തിനുള്ളത്. അമൈൽ നൈട്രോസം എന്ന് പറയുമ്പോൾ ഇതും അതേപോലെ തന്നെയാണ്. ഇവിടെ കഴുത്തിലൊക്കെ ഭയങ്കര ഒരു മുറുക്കം തോന്നുക. നമുക്ക് ഈവൻ ഇപ്പോൾ പേഷ്യന്റ് എന്നിട്ട് എന്ത് ചെയ്യും വെച്ചാൽ ചിലപ്പോൾ അൺകോൺഷ്യസ് ആവും. അപ്പൊ നമുക്ക് അമൈൽ നൈട്രോസം വേണമെങ്കിൽ ടിഞ്ചർ ഒന്ന് സ്മെല് ചെയ്യാനാണെങ്കിലും കൊടുക്കാം. ഇതേപോലെ അമൈൽ നൈട്രോസം യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു കണ്ടീഷനാണ് നമുക്ക് കൺവൽഷൻസ് ഒക്കെ വരുന്ന പേഷ്യൻസിന്. ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര എപ്പിലെപ്റ്റിക് കൺവൽഷൻസോ സീഷേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അമൈൽ നൈട്രോസം 30th പൊട്ടൻസി ഒരു എമർജൻസി ആയിട്ട് അവർക്ക് കൊടുത്തു വെക്കും. എപ്പോഴെങ്കിലും അങ്ങനെ കൺവൽഷൻസ് കാണുകയാണെങ്കിൽ ഒന്ന് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒന്ന് സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ വിരലൊന്നും എടുത്തിട്ട് കുട്ടിയുടെ വായിൽ ഇടരുത്. കാരണം ആ കൺവൽഷൻസിന്റെ ആ ഒരു ഇതിൽ ആ കുട്ടി ആ വിരല് കടിച്ചാല് ചിലപ്പോൾ നമ്മളുടെ വിരല് രണ്ടായിട്ട് മുറിഞ്ഞു പോകാനായിരിക്കും ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. അപ്പൊ അതിനാണ് ജസ്റ്റ് ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതും ഒരു 5 minutes ഇന്റർവെല്ലിൽ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഒരു ഡോസ് കൊടുക്കുമ്പോൾ തന്നെ അത് നിൽക്കും. ചിലപ്പോൾ ഒരു 5 minutes ഗ്യാപ്പിലോ 2-3 തവണ കൊടുക്കുമ്പോൾ അതൊരു ആശ്വാസമായിരിക്കും. അപ്പൊ അതാണ് അമൈൽ നൈട്രോസം. കൺവൽഷൻസിനും കൊടുക്കാം, അതേപോലെ ഹാർട്ട് അറ്റാക്ക് കേസസിനും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈവൻ അൺകോൺഷ്യസ് ആണെങ്കിൽ ടിഞ്ചർ സ്മെല് ചെയ്താൽ പോലും നമുക്ക് പേഷ്യന്റിന് ചിലപ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് എന്താ പറയാ ബോധം വരിക, ചാടി എഴുന്നേക്കാം, അങ്ങനെയൊക്കെ പറ്റും. അതാണ് അമൈൽ നൈട്രോസം. ഇനി നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ലൊബീലിയ ഇൻഫ്ലേറ്റ. അടുത്തത് ലൊബീലിയ ഇൻഫ്ലേറ്റ ആണ്. ഇതും ഒരു ഇതെന്താ വെച്ചാല് ഇപ്പോഴല്ല, ഒരു 30 years ബാക്ക് ആണ് സാറ് പറഞ്ഞത്. സാറിന്റെ ഒരു നെയ്ബർ തന്നെയാണ്, സാറിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ അച്ഛന് പെട്ടെന്ന് രാത്രിയായപ്പോ 2 മണിയായപ്പം എന്തോ ഒരു ഭയങ്കര അസ്വസ്ഥത, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് അപ്പൊ സാറിന്റെ ഫ്രണ്ട് സാറിനെ വിളിച്ചു. അപ്പൊ സാറ് പോയി, വീട്ടിൽ പോയി നോക്കുമ്പോ ആ ഫ്രണ്ടിന്റെ അച്ഛൻ ഭയങ്കര ഒരു ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, വേർത്ത് കുളിച്ചിരിക്കുകയാണ്.
മീൻസ് അത്രയും ഒരു കുളിച്ച പോലെയാണ് ഇങ്ങനെ വേർതിരിക്കുക. അതും ഒരു ഭയങ്കര ശരീരമൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു കോൾനെസ് ആണ്. അപ്പൊ പിന്നെ സാറ് ഓക്കെ എന്തായാലും നമുക്ക് കൊണ്ടുപോകണം, ഇവിടെ വെച്ചിരിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് ക്ലിനിക്കിൽ വന്നിട്ട് ലൊബീലിയ ഇൻഫ്ലേറ്റ് ആണ് പിൽസിൽ എടുത്തത്. 30th പൊട്ടൻസി എടുത്തു. അന്ന് ഇവിടെ പൊള്ളാച്ചിയിലാണ് പോയത് ഹോസ്പിറ്റലിൽ. അപ്പൊ 5 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ ലൊബീലിയ കൊടുത്ത് അങ്ങനെ പോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അത് മാസീവ് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ഇപ്പോഴും ആ ഫ്രണ്ടിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 90+, 95+ ഒക്കെ ആയിട്ടുണ്ടാവും. ഒരു ഓൾഡ് ഏജ് ഡിസീസ് ഒക്കെ ആയിട്ടാണ് ഇപ്പോഴും ഹാർട്ടിന്റെ മെഡിസിൻസ് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അന്ന് ഇങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ടായിരുന്നപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലൊബീലിയ കൊടുക്കാൻ വേണ്ടി പറ്റി. ലൊബീലിയന്റെ സിംറ്റം എന്താന്ന് വെച്ചാല് പേഷ്യന്റ് വിൽ ബി ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ്. ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ് ആണ് ലൊബീലിയ എന്ന് പറയുന്നത്. ആസ് ആഫ്റ്റർ എ ബാത്ത്, കുളിച്ചു കഴിഞ്ഞ പോലെ വേർക്കും പേഷ്യന്റ്. വേർപ്പിൽ ഇങ്ങനെ കുളിക്കുക, അതാണ് പറയാ. അതാണ് സഡൻ ബാത്ത് ഇൻ കോൾഡ് സ്വെറ്റ് അല്ലെങ്കിൽ ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ് ആസ് ആഫ്റ്റർ എ ബാത്ത്. അതാണ് ലൊബീലിയന്റെ സിംറ്റം എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു കോൾഡ് സ്വെറ്റ് വരുന്ന വേറൊരു മെഡിസിൻ ആണ് ടബാക്കം. 30th പൊട്ടൻസി ആണ്. അതും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവനും ഭയങ്കര തണുത്തിരിക്കും, ഭയങ്കര ഒരു പെയിലായിരിക്കും. ശരിക്കും നമുക്ക് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും ഒരു സ്റ്റേജ് ആയിരിക്കും. ഫുൾ ഐസി കോൾഡ് സ്വെറ്റും ഐസി കോൾഡ്നെസ്സും ആയിരിക്കും. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ടബാക്കം എന്ന് പറയുന്നത്. ലൊബീലിയ ആണെങ്കിൽ ഡ്രെഞ്ച്ഡ് ഇൻ കോൾഡ് സ്വെറ്റ് ആണെങ്കിൽ ലൊബീലിയാണ് കൊടുത്തിട്ട് ഇതുപോലെ ഇതുള്ളത് ടബാക്കും. പക്ഷെ അതേപോലെ തന്നെ സിംറ്റം ഉള്ളതാണ് ടബാക്കത്തിന്. നെക്സ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് കാർബോവെജ് ആണ്. കാർബോവെജ് 3xോ 30യോ അത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. കാർബോവെജ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും കോപ്സ് റിവൈവർ ആണെന്ന് പറയും. അതായത് ഇപ്പൊ നമുക്ക് ഏത് ടെർമിനൽ ഇൽനെസ് ആയിട്ടുള്ള കേസസിനാണെങ്കിലും നമുക്ക് കാർബോവെജ് കൊടുക്കാം. അത് 3xോ 30യോ ആണെങ്കിൽ നമുക്കൊരു വെള്ളപ്പൊന്നും ഇറങ്ങുന്നില്ല എന്നെങ്കിൽ പോലും കുറച്ച് വെള്ളത്തിൽ കുറച്ച് പിൽസോ അല്ലെങ്കിൽ ഡൈല്യൂഷനോ 1-2 ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുണ്ടൊന്ന് താഴ്ത്തിയിട്ട് 2-3 ഡ്രോപ്പ് അവിടെ ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്താലും മതി. അതാണ്. അവിടെയും കാർബോവെജ് ആണെങ്കിലും പേഷ്യന്റിന് ഐസി കോൾഡ് ആയിരിക്കും. നമ്മൾ എവിടെ തൊട്ടാലും കയ്യിലോ കാലിലോ ഒക്കെ തൊട്ടാലും ഭയങ്കര കോൾഡ്നെസ് ആയിരിക്കും. അതാണ് കാർബോവെജിൻ്റെത്. പക്ഷെ നമ്മൾ കാർബോവെജ് കൊടുക്കുമ്പോൾ എന്താന്ന് വെച്ചാല് പേഷ്യന്റിന് കോൾഡ് ഒക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞ് വാംനെസ്സിലോട്ട് വരും. കാർബോവെജ് കൊടുത്തു കഴിയുമ്പോൾ. കൊടുക്കുന്നതിന് മുന്നേ കോൾഡ്നെസ് കാണുമ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ആ കോൾഡ്നെസ് പതുക്കെ കുറഞ്ഞു വരും. അപ്പൊ അതാണ് ഇതിൽ പറയണത്. അതിപ്പോ ഏതിപ്പോ ഹാർട്ട് അറ്റാക്ക് ആവണമെന്നില്ല. ഇപ്പൊ ടെർമിനൽ ഇൽനെസ്സിലൊക്കെ ഇപ്പൊ നമുക്കിപ്പോ ഒരു പേഷ്യന്റ് വയസ്സായ ഒരു ഓൾഡ് ഏജ് പേഷ്യന്റ് ആണ്, ഇപ്പൊ എന്താണെന്നറിയില്ല, ഒട്ടും റെസ്പോൺസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വിളിക്കുമ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഐസി കോൾഡ് ഒക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ കാർബോവെജ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് ആക്ഷനും കിട്ടിയിട്ടുണ്ട് കാർബോവെജിന്. ഇനി വേറൊരു കുറച്ച് ഇത് പറയാം. അതാണ് വേറൊരു മെഡിസിൻ ആണ് കാൽമിയ മദർ ടിഞ്ചർ. കാൽമിയ എങ്ങനെയാ വെച്ചാല് നമുക്ക് ഹാർട്ട് ബീറ്റ്സ് വിസിബിൾ ആയിരിക്കും. നമ്മളിപ്പോ പേഷ്യന്റ് ഷർട്ട് അഴിച്ച് നോക്കുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ്സ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതാണ് കാൽമിയ എന്ന് പറയുന്നത്. വിസിബിൾ ഹാർട്ട് ബീറ്റ്സ് ആണ് കാൽമിയ. പാൽപിറ്റേഷൻസും ഉണ്ടാവും പേഷ്യന്റിന്. എന്താ പറയാ, പൾസ് നോക്കുമ്പോഴും ഭയങ്കര നല്ല പൾസ് ഒക്കെ ആയിരിക്കും. നല്ല ചെസ്റ്റ് പെയിൻ ആയിരിക്കും പേഷ്യന്റിന്. പക്ഷെ എന്താ പറയാ, നമുക്ക് ഹാർട്ട് ബീറ്റ്സ് വിസിബിൾ ആയിരിക്കും. അതാണ് കാൽമിയ. ഒരു എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ് വിസിബിൾ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത് കാൽമിയന്റെ. വിത്ത് ഹാർട്ട് പെയിനും ഉണ്ടാവും, ഭയങ്കര ആംഗ്വിഷ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് കാൽമിയ കൊടുക്കാം. ഇതേപോലത്തെ ഒരു ഇതാണ് ഹാർട്ട് ബീറ്റ്സ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നമുക്ക് അർജുന മദർ ടിഞ്ചറും അതേപോലെ വിസിബിൾ ഹാർട്ട് ബീറ്റ്സ് ആണ്. നമുക്ക് പേഷ്യന്റ് തന്നെ ഭയങ്കര പാൽപിറ്റേഷൻസ് ആയിരിക്കും, അൺബിയറബിൾ പാൽപിറ്റേഷൻസ് ആണ് അർജുന മദർ ടിഞ്ചറിന്. നമ്മളൊന്ന് അനങ്ങിയാൽ പോലും അയ്യോ എന്റെ എന്താ പറയാ പാൽപിറ്റേഷൻസ് കൂടുന്നത് പോലെ പേഷ്യന്റിന് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അർജുന മദർ ടിഞ്ചർ. അപ്പൊ പേഷ്യന്റ് മൂവ് പോലും ചെയ്യില്ല, കാരണം അത്രയും പാൽപിറ്റേഷൻസ് ആയിരിക്കും. ഈവൻ അതിൽ പറയുന്ന ഒരു ഓഥർ പറയുന്നത് വെച്ചാല് പേഷ്യന്റ് ഷർട്ട് അഴിച്ചിട്ട് ഒരു മിറർ കയ്യിൽ പിടിച്ച് നോക്കും. ആ ഹാർട്ട് ബീറ്റ്സ് അത്രയും വിസിബിൾ ആയിരിക്കും അർജുനയിലും കാൽമിയയിലും. അപ്പൊ അർജുന എന്നൊക്കെ പറയുമ്പോൾ പാൽപിറ്റേഷൻസ് അൺബിയറബിൾ ആണ്. ഇപ്പൊ പേഷ്യന്റ് ഡ്രസ്സ് അഴിച്ചിട്ട് ജസ്റ്റ് മിറർ പിടിച്ച് നോക്കും, അപ്പൊ ആ പേഷ്യന്റ് അടക്കം കാണാൻ പറ്റും എന്നാണ് പറയണത്.
ടേക്കിംഗ് എ മിറർ ദ പേഷ്യന്റ് വിൽ ചെക്ക് വെദർ ഹിറ്റ്സ് ഹാർട്ട് ബീറ്റ്സ് ആർ വിസിബിൾ എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും പാൽപിറ്റേഷൻ ആയിരിക്കും, അതുകൊണ്ട് പേഷ്യന്റ് വരയ്ക്കും ചെക്ക് ചെയ്യും മിറർ പിടിച്ചിട്ട്. അതാണ് അർജുനന്റെ സിംറ്റം, ടെർമിനാലിയ അർജുന. അതും മദർ ടിഞ്ചർ ആണ്, കാൽമിയും മദർ ടിഞ്ചർ ആണ്. നമ്മള് ഇതിനു മുന്നേ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുറേ പറഞ്ഞു, ആർണിക്ക പറഞ്ഞു, സെൻസിഫ്യൂഗ പറഞ്ഞു, ലാക്ടോഡെക്ടൻസ് പറഞ്ഞു, നാജ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ വേദന, ലെഫ്റ്റ് എൽബോ, ലെഫ്റ്റ് ആക്സില, ലെഫ്റ്റ് ഷോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി ഇതേപോലെ ചിലപ്പോൾ പേഷ്യൻസിന് റൈറ്റ് സൈഡും വേദന വരാം ഹാർട്ട് അറ്റാക്കിന്റെ കേസസിൽ. അങ്ങനെ റൈറ്റ് സൈഡ് വരുന്നതാണ് ലില്യം ടിഗും ഫൈറ്റിലക്കി. ഇപ്പോ ഹാർട്ട് അറ്റാക്ക് കാരണം റൈറ്റ് സൈഡ് ആണ് വേദന വരുന്നെങ്കിൽ ലില്യം ടിഗും ഫൈറ്റിലക്ക. അത് പറയുമ്പോൾ പെയിന് ലില്യം ടിഗിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ആം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ പേഷ്യന്റ് ഇങ്ങനെ ആരോ ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ എന്താ പറയാ കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ തോന്നും. ഒരു ഹാർട്ടിന്റെ ഒരു മുറുക്കം, ഒരു പിരിമുറുക്കം ഫീൽ ചെയ്യും. നമ്മൾ കാക്ടസിലൊക്കെ പറഞ്ഞു ഒരു ഹാർട്ട് ഇങ്ങനെ ആരോ സ്ക്വീസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അതേപോലെയാണ് ലില്യം ടിഗ് പേഷ്യന്റിനും ഇങ്ങനെ ആരോ വന്നിങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ കാക്ടസിൽ നമ്മൾ പറഞ്ഞു ഏമ്പക്കും ഉണ്ടാവുന്ന, പക്ഷെ ലില്യം ടിഗിലാകുമ്പോൾ റൈറ്റ് ആം ആയിരിക്കും പെയിൻഫുൾ ആയിട്ടുണ്ടാവുക. അതാണ് ലില്യം ടിഗിന്റെ പോയിന്റ്. ദാറ്റ് ഈസ് ഒരു എന്താ പറയാ ഹാർട്ടിൽ ഒരു സ്ക്വീസിങ് ഫീലിംഗും ഉണ്ടാവും, റൈറ്റ് ആമില് പെയിൻഫുൾ ആണ്, പിന്നെ ചെസ്റ്റ് പെയിനും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ലില്യം ടിഗ് ആണ്. ഇതേപോലെ റൈറ്റ് ആമില് പെയിൻ ഉള്ളതാണ് നമ്മൾ പറഞ്ഞു ഫൈറ്റിലക്ക ഡെക്കാൻഡ്ര എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, റൈറ്റ് ആമിലായിരിക്കും. ഫൈറ്റിലക്കന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു വെച്ചാല് ത്രോട്ട് നമ്മളുടെ മൗത്തിലായിരിക്കും. നാക്കൊക്കെ ഇങ്ങനെ നമ്മുടെ നായിന്റെ വായൊക്കെ കാണുമ്പോ എങ്ങനെയാണ് ഒരു ഡോഗിന്റെ ടങ്കൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളിയിട്ടല്ലേ ഇരിക്കുക, അതേപോലെ ആയിരിക്കും ഹ്യൂമന്റെ. സാറ് പറയും, സാറിന് നമ്മൾ ക്ലിനിക്കിന്റെ അടുത്ത് തന്നെ പണ്ട് ഇപ്പോഴെല്ലാരും 20 years ബാക്ക് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യന്റ് ഏറ്റവും ടെർമിനൽ സ്റ്റേജിൽ ഇതുപോലെ ആയി കണ്ടിട്ടുണ്ട്. പക്ഷെ മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് അത്രയും അടുത്ത് അറിഞ്ഞ ഒരാളായതുകൊണ്ട് കാണാൻ വേണ്ടി പോയപ്പോ ശരിക്കും ആ പേഷ്യന്റ് ഇങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ആ പേഷ്യന്റ് ഇങ്ങനെ നാക്കിലോട്ട് പിടിച്ച് ഇങ്ങനെ ആക്കുമായിരുന്നു. അങ്ങനെ എന്താ പറയാ ഇങ്ങനെ അനക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അത്രയും റെസ്റ്റ്ലെസ് ആണ് പേഷ്യന്റ്, ഇപ്പൊ മരിക്കും എന്തൊക്കെയോ അത്രയും സഫറിങ്ങും വേദനയും എല്ലായിരുന്നു. ഫൈറ്റിലൊക്കെ ആ പേഷ്യന്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് കണ്ടിട്ട് അപ്പൊ സാറിന്റെ ഫ്രണ്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നപ്പോ അങ്കിളുടെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ അത്രയൊന്നും നിൽക്കും തോന്നുന്നില്ല, അപ്പൊ പെട്ടെന്ന് മരിക്കുന്ന പോലെയാ ഉള്ളത് പറഞ്ഞു. ക്ലിനിക്കിൽ വന്നു ഒരു 5 minute കഴിഞ്ഞോണ്ടേ വിളിച്ചു പറഞ്ഞു പേഷ്യന്റ് മരിച്ചു. സിംറ്റംസ് ഈ സിംറ്റം കാണാൻ പറ്റുന്നതാണ് സാറ് പറയാം. അതായത് ത്രോട്ട് മൗത്തിൽ വന്ന് നിൽക്കും, അതാണ് പറയണത് ഫൈറ്റിലക്കന്റെ സിംറ്റം. നമ്മള് ഡോഗിന്റെ മൗത്ത് പോലെ ആയിരിക്കും, ടങ് ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് നിൽക്കും. അതാണ്. എന്നിട്ട് ഈവൻ നമ്മള് ടങ്ങിനെ ഇങ്ങനെ വലിക്കാൻ വേണ്ടി നോക്കും, അത്രയും ഡെസ്പിറേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈവൻ പുൾസ് ടങ് ഡ്യൂ ടു ഡെസ്പിറേഷൻ എന്ന് പറയുന്നതാണ് ഫൈറ്റിലക്ക ഡെക്കാൻഡ്ര. 3xോ 30ഓ എല്ലാം നല്ലതാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫ് ടൈമിൽ 1-2 കേസസ് നമുക്ക് കിട്ടും. പക്ഷെ അത് കിട്ടുമ്പോൾ അത് ഓർക്കുക. പിന്നെ എപ്പോഴും നമുക്ക് ആ കേസസ് കിട്ടിയാലും നമ്മളെ കൊണ്ട് മെഡിസിൻ കൊടുക്കാൻ സാധിക്കണം എന്നൊന്നും ഒട്ടുമില്ല. പക്ഷെ എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കാം. അതാണ് ഫൈറ്റിലക്ക. അപ്പൊ ലില്യം ടിഗ് ആണെങ്കിലും റൈറ്റ് ആം പെയിൻഫുൾ ആണ്, ഫൈറ്റിലക്കയും റൈറ്റ് ആം പെയിൻഫുൾ ആണ്. പക്ഷെ ഫൈറ്റിലക്കൊക്കെ എന്താ വെച്ചാല് പുറത്തോട്ട് തള്ളും, ത്രോട്ട് മൗത്തിൽ വന്ന് നിൽക്കും. പേഷ്യന്റ് വിൽ പുൾ ഹിസ് ടങ് ഡ്യൂ ടു ഡെസ്പിറേഷൻ. അതാണ് ഫൈറ്റിലക്ക ഡെക്കാൻഡ്രന്റെ പോയിന്റ്. ഇനി അടുത്തത് ഇപ്പൊ ഒരു സ്മോക്കർ, ഭയങ്കര ചെയിൻ സ്മോക്കർ ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു പോയിന്റ്സ് നമുക്ക് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഭയങ്കര ഒരു ചെയിൻ സ്മോക്കർ ആണ്, പക്ഷെ ഒരു ഭയങ്കര ഒരു കാർഡിയാക് പെയിനും ടാക്കിക്കാർഡിയും ഇതൊക്കെ ഉണ്ട്, ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ തോന്നുകയാണെങ്കിൽ അവിടെ സ്ട്രോഫാന്തസ് നല്ലൊരു മെഡിസിൻ ആണ്. സ്ട്രോഫാന്തസ് മദർ ടിഞ്ചർ. അത് മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു ചെയിൻ സ്മോക്കർ എപ്പോഴും ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇതുപോലത്തെ ഒരു ഇത് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്ട്രോഫാന്തസ് നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ അതേപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സിംറ്റം ഉള്ള ഒരു മെഡിസിൻ സ്പൈജീലിയാണ്. സ്പൈജീലിക്ക് എന്താന്ന് വെച്ചാല് ഇതേപോലെ തന്നെയാണ്, ന്യൂറാൾജിക് പെയിൻ ആയിരിക്കും, നമ്മളുടെ ആംസിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും സ്പൈജീലിയന്റെ പെയിന്. പക്ഷെ അതേപോലെ ഭയങ്കര വായ്നാറ്റവും ആയിരിക്കും സ്പൈജീലിയ പേഷ്യന്റിന്. ഭയങ്കര ഹാലിറ്റോസിസ് ആയിരിക്കും, വായ്നാറ്റം ആണ്. സമയത്താണെങ്കിലും ഒന്നെങ്കിൽ ഒരു ആമായിരിക്കും, അല്ലെങ്കിൽ 2
ഒഫെൻസീവ് ബ്രത്ത് ആണ്, ഭയങ്കര പാൽപിറ്റേഷനും ഉണ്ടാവും. ഒന്ന് അനങ്ങാൻ പോലും സ്പൈജീലിയ പേഷ്യന്റ് പേടിയായിരിക്കും, കാരണം അനങ്ങുമ്പോൾ പാൽപിറ്റേഷൻസ് കൂടിയാലോ എന്ന് പറഞ്ഞിട്ട്. അതാണ് സ്പൈജീലിയന്റെ പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ വെച്ചാൽ വേദന ആംസിൽ ഉണ്ടാവും വിത്ത് ഹാലിറ്റോസിസ്, ഒഫെൻസീവ് ബ്രത്ത്. അതാണ് വായ്നാറ്റവും ചെസ്റ്റ് പെയിനും. അതാണ് ഓർത്തു വെക്കാൻ ഏറ്റവും എളുപ്പം, അതാണ് സ്പൈജീലിയന്റെ വായ്നാറ്റവും ചെസ്റ്റ് പെയിനും. ആ ചെസ്റ്റ് പെയിൻ വിൽ ബി റേഡിയേറ്റിംഗ് ടു വൺ ഓർ ബോത്ത് ആംസ്. അതാണ് സ്പൈജീലിയന്റെ പോയിന്റ് പറയുന്നത്. ഇതൊക്കെയാണ്. പിന്നെ അതേപോലെ വേറൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് അർജന്റം നൈട്രിക് ആണ്. അർജന്റം വെച്ചാല് ആൻജൈന കംസ് സിവിയർലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ആൻജൈന വരിക, അതാണ് അർജന്റം നൈട്രിക്കം. അർജന്റം നൈട്രിക്കം നല്ലൊരു മെഡിസിൻ ആണ്. ഇപ്പൊ നമുക്കൊരു വൈറ്റൽ കപ്പാസിറ്റി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അർജന്റം നൈട്രിക്കം കൊടുക്കാം. ഒരു ശ്വാസം മുട്ടലൊക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിലും, ഇത് റെസ്പിറേറ്ററി ആണ്, ഹാർട്ട് അല്ല, പക്ഷെ എന്നാലും നമുക്ക് അർജന്റം നൈട്രിക്കം അതേ നല്ലൊരു ആക്ഷൻ ആണ്. അർജന്റം നൈട്രിക്കും ഡിജിറ്റാലിസും അതേപോലെ ആക്ഷൻ ഉള്ളതാണ്. ഇപ്പൊ ഡിജിറ്റാലിസ് പേഷ്യന്റ് ആണെങ്കിലും തോന്നും, അർജന്റം നൈട്രിക്കം പേഷ്യൻസിനൊക്കെ തോന്നുന്നത് എന്താ വെച്ചാൽ ലങ്സിൽ പകുതി ഓക്സിജൻ ഉള്ളൂ പറഞ്ഞിട്ടൊരു തോന്നൽ വരും. ബാക്കി പകുതി ഒന്നും അവർക്ക് ശ്വസിച്ചെടുക്കാൻ പറ്റുന്നില്ല, പകുതി ഓക്സിജൻ ലങ്സ് പകുതിയെ നിറയുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു തോന്നൽ വരുന്നത് അർജന്റം നൈട്രിക്കും ഡിജിറ്റാലിസ് പേഷ്യന്റിനാണ് അങ്ങനെ തോന്നുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹാർട്ട് ഡിസീസിൽ. നമുക്ക് ഹാൻഡി ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻസ് ആണ് പറഞ്ഞത്. നമുക്ക് പേഷ്യൻസിനെ കാണുമ്പോൾ ഒന്ന് സെലക്ട് ചെയ്യാം, അപ്പൊ കൊടുക്കുക. നമുക്ക് ഒരിക്കലും ഇതൊന്നും നമുക്ക് എന്താ പറയാ 100% ഷ്യൂറിറ്റിയോ ഉറപ്പോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കൊടുത്തു നോക്കാം. മേ ബി ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയ നല്ലത്, പക്ഷെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് നമ്മൾ അയ്യോ എന്ത് ചെയ്യും പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ടിരിക്കണ്ടല്ലോ. അപ്പൊ അത് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ പോയിന്റ്സ്. വളരെ നല്ല ഒരു ക്ലാസ്. ഇതില് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. മനോജ് ഡോക്ടർ. മനോജ് ഓക്കെ, നന്ദി പറയാം ഡോക്ടറെ. എന്തായാലും വളരെ ഉജ്ജ്വലമായിരുന്നു. കാരണം IFPH എന്തിനാണോ തുടങ്ങിയത് അത് ഒരുപക്ഷെ സാർത്ഥകമാകും എന്ന് തോന്നുന്ന ഒരു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഈ മെഡിസിൻ എപ്പോഴും ഓർമ്മിച്ചിരിക്കാൻ പറ്റിയ അതിന്റെ റിമാർക്കബിൾ പോയിന്റ് പറയുമ്പോഴാണ്. ഇപ്പൊ നെഞ്ചുവേദന എന്ന വിയർപ്പെന്നോ നെഞ്ചിടിപ്പെന്നോ പറയുന്നതിൽ കാര്യമില്ല, പക്ഷെ അതിനോടൊപ്പം എന്ത് കൺകോമിറ്റന്റ് വിത്ത് നെഞ്ചുവേദന വിത്ത് ദിസ്, അല്ലെ വേദന ഇങ്ങനെ, ആ പ്രസന്റേഷൻ ടൈം മൊഡാലിറ്റി, ഇത്തരം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ തണുപ്പ് വെരാട്രാപ്പിനെ പറഞ്ഞിട്ടാണോ അല്ലേ? അത് പറഞ്ഞിട്ടില്ല. ഇല്ല അതെ. അപ്പൊ ഈ പറഞ്ഞല്ലോ ലൊബീലിയ പറഞ്ഞു ഡ്രെഞ്ച്ഡ് ഇൻ കോൾഡ് സ്വെറ്റ് എന്ന് പറഞ്ഞിട്ട്. അതെ അതെ അതെ. അപ്പൊ ഈ പറഞ്ഞ വീർത്ത് കുളിച്ചിരിക്കുന്നു പറയുമ്പോ തന്നെ ശരീരം തണുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അതിൽ ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്, അത് നമ്മൾ സ്ട്രെസ് ചെയ്യണം. പിന്നെ വേറൊരു പ്രോബ്ലം വെച്ചാൽ ഡോക്ടർ ഒരുപാട് കാര്യം പറഞ്ഞു, ഇത്രയും കൂടെ ഓർമ്മിച്ചിരിക്കില്ല. നേരെ മറിച്ച് ഇതൊരു 10 മെഡിസിൻ മാത്രമായിരുന്നെങ്കിൽ ഒരു 3 ഓർമ്മിച്ചിരിക്കും. ഞാൻ എൻ്റെ ഒരു തോന്നൽ. അപ്പൊ എപ്പോഴും IFPHലുള്ള പൊതുവേ ഉള്ള കുഴപ്പം വെച്ചാൽ നമ്മൾ ഒരു സെഷനും കൊണ്ട് കുറെ പറയാൻ നോക്കും, യഥാർത്ഥ അത് അബ്സോർവ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ മിനിമം ഡോസ് എന്ന് പറയുമ്പോൾ സ്റ്റിമുലേറ്റ് ഇല്ലേ, മീഡിയം ഡോസ് പെർലൈസ്, ലാർജ് ഡോസ് കിൽസ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റേഷനാണ്. എന്തായാലും വളരെ ഉജ്ജ്വലമായിരുന്നു. ഇതിനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ആക്കി വെക്കാൻ നല്ലതായിരിക്കും. ഈ പറഞ്ഞ എല്ലാം കൂടെ നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്. അതായത് ഒരു നെഞ്ചുവേദന രോഗി വരുമ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് നോക്കുക, ഒരു പ്രോട്ടോകോൾ ഉണ്ടാവണം. ഇന്ന സിംറ്റംസ് ഉണ്ടോ അതപ്പോ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഹോമിയോപ്പതി ലിമിറ്റേഷനെ കുറിച്ച് ഒരുപാട് പേര് കഴിഞ്ഞ ചർച്ച നടന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, ഒരു രോഗിക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മൾ കൈമാറും പലപ്പോഴും, എടുത്ത് ആശുപത്രി കൊണ്ടുപോയിക്കോളെന്ന് പറയും. അത് മാറിയിട്ട് നമ്മൾ നോക്കാം. ഇത് അലോപ്പതിയുടെ ഗുണം എന്താണ്? നമുക്കറിയാം രക്ഷയില്ല, പക്ഷേ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവർ മാനേജ് ചെയ്തോളും, നമ്മൾ എന്ത് ചെയ്യും? കൈമാറും. അപ്പൊ ഇത് മാറി മാനേജ് ചെയ്ത് സെൻട്രലായിട്ട് ഹോമിയോപ്പതി മാറിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ഡോക്ടേഴ്സിന്റെ പ്രതിസന്ധികൾ എന്താണ്? നമുക്ക് സ്ഥാപനങ്ങളിൽ അറിവുള്ളവരും സമ്പത്തുള്ളവരും കഴിവുള്ളവരും ഉണ്ടാക്കണം. എനിക്ക് പറയാനുള്ളത് നല്ല പ്രസന്റേഷൻ. അഭിനന്ദനങ്ങൾ. മനോജ് ഡോക്ടർ പറഞ്ഞത് പ്രായമുള്ള ഞങ്ങളെ പോലുള്ളവരുടെ കാര്യമാണ്, മറന്നു പോകുന്നുള്ളത്. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർ ഇത് മുഴുവൻ ഓർത്തിരിക്കുന്നുള്ളത് വേറൊരു സത്യവും കൂടെയാണ്.
പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ അതെല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് നമുക്ക് പ്രയോജനം ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഡോക്ടർ പറഞ്ഞതിൽ ശരിക്കും ഓരോ പ്രത്യേക സിംറ്റം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു അറിവാണ് കിട്ടിയത്. ചെസ്റ്റ് പെയിൻ മാത്രമല്ല, ഓരോ മെഡിസിനും പ്രത്യേകം സിംറ്റം ഡോക്ടർ പറഞ്ഞു. അത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇത് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും നല്ല പ്രയോജനം കിട്ടുന്നൊരു ക്ലാസ് തന്നെയായിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അപ്പം ഒന്നുകൂടി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സംശയമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുന്നത് വരെ ഉള്ള ഒരു ചെറിയ സമയത്തിനിടയ്ക്ക് ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ്. ധനേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 28-ാം തീയതി IFPH തുടർന്ന് വരുന്ന 5000 ദിവസം പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു ആഘോഷം, 5 വർഷമാണ് 5 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു ആഘോഷ പരിപാടി നമ്മളുടെ താജ് ഹോട്ടലിൽ വെച്ച് എറണാകുളത്ത് വെച്ച് നടത്തുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും അതിൽ വന്ന് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും, നമ്മളിങ്ങനെ സ്ക്രീനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണുവാനും ഒന്ന് പരിചയപ്പെടുവാനും ഉള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. ഓഗസ്റ്റ് 15 മുമ്പാണെങ്കിൽ 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. എത്രയും പെട്ടെന്ന് എല്ലാവരും അതിൽ പിന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ജയചന്ദ്രൻ ഞാൻ ഡോക്ടർ. പറയാൻ വന്നത് നമ്മുടെ ഡോക്ടർ ഈ കാർഡിയോളജി സബ്ജക്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് ചെസ്റ്റ് പെയിനും ഷോൾഡർ പെയിനും അങ്ങനെയുള്ള സിംറ്റംസ് ആണല്ലോ അതിനകത്ത് കൂടുതലും കാർഡിയോളജിയുടെ ഇത് പറഞ്ഞത്. എൻ്റെ ഒരു ബ്രദറിന് ഈയിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളിക്ക് പെട്ടെന്ന് ക്ഷീണം വരുമായിരുന്നു. അങ്ങനെ ക്ഷീണം വരുമ്പോൾ പുള്ളി പോയി ECG എടുക്കുകയും ഡോക്ടർമാരെ കാണുകയൊക്കെ ചെയ്യും. എല്ലാവരും ECG ഒക്കെ നോർമലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ചെസ്റ്റ് പെയിനോ ഷോൾഡർ പെയിനോ ഒന്നുമില്ല. പുള്ളിക്ക് നടക്കുമ്പോൾ താടി എല്ലിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് ഭയങ്കരമായ കഴപ്പും വേദനയും വരും. അതായിരുന്നു പുള്ളിയുടെ സിംറ്റം. അങ്ങനെ പുള്ളിയുടെ പേര് കേട്ട ബാലിയൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ECGയിൽ കുഴപ്പമില്ലെന്ന് ആരാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഉടൻ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് അർജന്റായിട്ട് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എറണാകുളം അമൃതയെ കൊണ്ടുപോയി ബൈപ്പാസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ സിംറ്റത്തിനെ പറ്റി ഡോക്ടർ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് മരുന്ന് ആലോചിക്കാൻ? സാർ എനിക്കിപ്പോ വരുന്നില്ല, റെഫർ ചെയ്യേണ്ടി വരും. ഞാൻ വേണമെങ്കിൽ റെഫർ ചെയ്തിട്ട് നാളെ പറഞ്ഞു തരാം. എപ്പോഴെങ്കിലും ഇനി വരുന്ന ക്ലാസ്സിൽ പറഞ്ഞാലും മതി. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് വേറെ ക്ലാസ്സിൽ ഇനി വരണം, അപ്പോഴും പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഇതിപ്പോ ഒരു പേഷ്യന്റ് എന്ന് പറയണേ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അവിടെയാണ് പ്രശ്നം. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ മെറ്റീരിയൽ മെഡിക്ക് പഠിക്കുമ്പോൾ അതിനൊരു ഓർഗനോൺ ബേസിൽ പഠിച്ചാലേ മെറ്റീരിയൽ മെഡിക്ക് ഓർക്കുള്ളൂ. ഈ പറഞ്ഞ വിത്ത് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓരോന്നിനും എന്ത് എന്നുള്ളത് അത് അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ നിലവിൽ സംഭവിക്കുന്ന കാര്യം വെച്ചാല് മെറ്റീരിയൽ മെഡിക്ക് എന്ന് പറഞ്ഞാൽ ഹെഡ് ഫുഡ് ഇങ്ങനെ വായിച്ചങ്ങ് പോകും, തകർത്തുകൊണ്ടിരിക്കും. പക്ഷെ കേൾക്കുന്നവർ അബ്സോർവ് ചെയ്യില്ല. അപ്പൊ അതിന് വേണ്ടതാണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അത് മാത്രം പറയുകയാണെങ്കിൽ ഓർമ്മിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇത് ഒരുപാട് ഇതിൽ പ്രത്യേകം വെച്ചാൽ എല്ലാവരും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവർക്ക് എന്താണ്, അവർ ഓർമ്മപ്പെടുത്തലാണ് വേണ്ടത്. ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യുക, അതല്ലായിരിക്കും. ചോദ്യം ചോദിച്ച ജയത്തിന് ഡോക്ടർ നന്ദി. കാരണം അത്രയും പേര് ശ്രദ്ധിക്കില്ല എന്താണെന്നുള്ളത്. ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? ഈ തന്ന ക്ലാസ്സിൽ എന്തിനെ കുറിച്ചെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാമേ. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഉണ്ടായിരുന്ന ഇതുമായിട്ട് ബന്ധമുള്ള മീറ്റിംഗ് ടൈം എന്താണെന്ന്. രാവിലെ പറഞ്ഞ പോലെ 9 മണി മുതൽ ഒരു 4:30 5 വരെനകത്ത് വൈൻഡപ്പ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 8:30 അത് കണക്കാക്കിയുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളതായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. അതെ, ഇസ്മായിൽ സേഡ് സാറിന്റെ ക്ലാസ്മേറ്റ് ആയ ജയചന്ദ്രൻ ഡോക്ടർ തന്നെയാണ് ആദ്യം ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു.
ഡോക്ടർ ബുക്ക് ചെയ്യണം എത്രയും പെട്ടെന്ന്. മേബി ഓക്കെ. മേബി രജിസ്ട്രേഷൻ തുടങ്ങും. എന്താണ്? 8 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അതെ. 8-8:30 ആകുമ്പോൾ. അതുപോലെ ഇപ്പൊ ഈ ശ്രീലേഖ ഡോക്ടർ ഇവരെയൊക്കെ പോലുള്ള മിടുക്കന്മാരെ ആൾക്കാരെ നമുക്കൊന്ന് കാണണ്ടേ, നേരിട്ട് കാണണ്ടേ. അത് അതെ അതെ, നോക്കുന്ന അതാണ്. ആൾക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. പ്രതിഭകളെ മുന്നിൽ കാണുക എന്നുള്ളത് വളരെ മാക്സിമം ഞാൻ കുറെ പേരെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രസന്റ് ചെയ്ത വളരെ ടാലന്റ് ചെറുപ്പക്കാരെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുരുകിരണിനെ പോലുള്ള ഡോക്ടർ നിത്യയെ പോലുള്ള ഒരുപാട് പേരുണ്ട്. നല്ല മിടുക്കരാണ് ഇവരെല്ലാം. അപ്പൊ അവരെ നേരിട്ട് കാണുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നാളെ നമുക്കൊരു ആവശ്യം വന്നാൽ ഇവരാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ. ഇവർ മിടുക്കരാവുന്നുള്ള നമ്മുടെ കൂടെ ആവശ്യമാണ്, അല്ലേ പറയുമ്പോ ഡോക്ടറെ? അതെ. അതെ. കാരണം എന്നെ ഇത്രയും ഡോക്ടർ ഷഫീഖ് വിളിച്ചു തരും. നല്ലൊരു ഗെറ്റ് ടുഗദറാണ്. നമുക്ക് എന്തായാലും നേരിൽ കാണേണ്ടതാണ്, നേരത്തെ മറിയുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ. ഓക്കെ. അതുപോലെ വരും ദിവസങ്ങളിൽ 1-2 പ്രോഗ്രാം ഒക്കെ ഉദ്ദേശിക്കുന്നത്. 29-ാം തീയതി ദേശീയ കായിക ദിനമാണ്. അപ്പോൾ അന്ന് സ്പോർട്സ് മെഡിസിൻ ഹോമിയോപ്പതി മലയാളത്തിൽ സെഷൻ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ യുവജന വേദി വെച്ചിരുന്നു. അപ്പോൾ പാർട്ട് 2 താമസിയാതെ വെക്കും. അതുകൂടാതെ രോഗികൾ അനുഭവങ്ങൾ പറയുന്ന ഒരു സെഷൻ വെക്കണം. അതായത് അതാണ് പ്രധാനം. കഴിച്ച നമ്മൾ പറയുമ്പോഴേക്കും അത് അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പറയണം. അപ്പൊ അതല്ല നമുക്ക് വേണ്ട, അതല്ല. പിന്നെ ഹോമിയോപ്പതി പോപ്പുലർസ് എന്ത് ചെയ്യണം എന്നുള്ളത്, അത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, എല്ലാവരും ആവശ്യത്തിന് ധനം സമാഹരിക്കുക, അത് ചെലവാക്കുക. ഇസ്മായിൽ സാറ് പറയും പോലെ നമുക്ക് കിട്ടിയ സമ്പാദ്യം ഹോമിയോപ്പതിയാണ്. അതിൽ നിന്നൊരു ഭാഗം ഹോമിയോപ്പതിക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിയിലേക്ക് തന്നെ കൊടുത്തിട്ട് പോകുക എന്നുള്ളതാണ് വളരെ കരണീയമായ മാർഗം. അത് വളരെ സത്യമായ കാര്യമാണ്. ഈ ആയുർവേദം തന്നെ ഒത്തിരി ക്ഷയിച്ചതിന്റെ കാര്യം ഇതൊന്നും വലിയ വലിയ ആയുർവേദ വൈദ്യന്മാര് അവരുടെ അറിവ് പുറത്ത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക, വയസ്സാം കാലത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോഴും നാക്കെടുക്കാതെ അങ്ങ് മരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആയുർവേദത്തിലെ പല സിദ്ധങ്ങളും നഷ്ടപ്പെട്ടു പോയത്. ഇന്നലെ തന്നെ നമ്മുടെ യുവ ഡോക്ടർമാര് പറയുണ്ടായി, അവർക്ക് ഗൈഡൻസ് വേണം, അത് വേണം. ഈ ലോട്ടറി എടുക്കാതെ ടിക്കറ്റ് കിട്ടണമെന്ന് പറയുമ്പോൾ ആരും കാണുന്നില്ലല്ലോ. യഥാർത്ഥത്തില് നമ്മള് കണ്ണ് തുറന്ന് കാണുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാവുക. പക്ഷെ ഒരു വലിയ പ്രശ്നം വന്നതെന്ന് വെച്ചാല് ഇതിനകത്ത് സെഷനുകൾ ഒരുപാടുണ്ട്. സാറ് പോലെ നമ്മുടെ കിഴക്കേക്കോട്ടയിലോ ചാലയിലോ ഉള്ള ട്രാഫിക് പോലെയാണ് ഇപ്പോൾ ഹോമിയോപ്പതിയിലുള്ള ഇതിന്റെ ഓവർ ഇതാണ്. അമിതാവേശം കാണിക്കുന്നത് ആരംഭ ശൂരത്വമായിരിക്കും, പക്ഷെ ധാരാളം സെഷൻസ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല, ദഹനക്കേട് പിടിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ അതെ. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് അഡ്രസ് ചെയ്യണേ. കിരൺ ദേവൻ ഡോക്ടർ ഉണ്ടല്ലോ. ദേവൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോ. ഞാനൊന്ന് പറയാമായിരുന്നു. ഞാൻ വൈകിയാ കയറിയ. ഞാൻ കഴിച്ചപ്പോ ആകെ ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. 2 മിനിറ്റ് ക്ലാസ് തീർന്നായിരുന്നു. അപ്പൊ ക്ലാസ് കേൾക്കാതെ നമ്മൾ അഭിപ്രായം പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയാത്തത്. എനിക്ക് വൈകിയാ കയറാൻ പറ്റിയത്. അതുകൊണ്ടാ. നേരത്തെ കയറണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. ഏതായാലും നാളെ ഇത് ഒന്ന് കാണാമല്ലോ നമുക്ക് യൂട്യൂബിലെ. പിന്നെ ചന്ദ്രമോഹൻ ഡോക്ടർ ഇടയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഇപ്പം എല്ലാവരും സൗഹൃദം ഉള്ള ആൾക്കാരാണ്. ഡോക്ടർ ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ട്. ചന്ദ്രമോഹൻ ഡോക്ടർ സംസാരിക്കാമോ? ചന്ദ്രമോഹൻ ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഇടയ്ക്ക് ഡോക്ടർക്ക് എന്തോ വയ്യായികയായിട്ട് ഇരിക്കുകയായിരുന്നല്ലോ. ചന്ദ്രമോഹൻ ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഫോണിലൂടെ തിരക്കാൻ സംഭവിച്ചെന്നുള്ളത്. വാസ്തവത്തിൽ നമ്മളൊരു കുടുംബാംഗങ്ങൾ പോലെയാണ്. ആർക്കെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ സുഖമില്ലാന്നറിഞ്ഞാൽ അത് സത്യത്തിൽ നമ്മളൊരു വലിയ മാനസിക വിഷമമാണ്. അതില് അറിഞ്ഞാൽ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാനും കൂടെ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഈ കുടുംബത്തില് പരസ്പരം ഒരു ഇതും കൂടെ വേണം നമുക്ക്. അത് കുറച്ചും കൂടെ വരണമെങ്കിൽ നമ്മൾ നേരിട്ടൊന്ന് കണ്ട് എല്ലാവരുമായിട്ട് കുറച്ചും കൂടെ ഒരു പരിചയം വരുന്നത് നല്ലതായിരിക്കും. അതിന് സെപ്റ്റംബർ 28 എല്ലാവരും ഉപയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമുക്ക് പരിചയമുള്ളവരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരണം.
കൂടുതൽ പേരെ IFPHനെ കുറിച്ച് അറിയാത്തവർ തന്നെ ഇപ്പോഴും കാണും. കൂടുതൽ പേരെ കൂടെ ജൂനിയർ ഡോക്ടേഴ്സ് പ്രത്യേകിച്ചും ഇതിലേക്ക് കൊണ്ടുവരണം. ഇതുമൂലം കിട്ടുന്ന കൂടുതൽ പ്രയോജനം അങ്ങനെയുള്ളവർക്കാണ്. ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയ കാലത്ത് ഒന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ആരും ഒന്നും പറയുകയില്ല. ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഏത് മെഡിസിനെന്നോ എന്തെന്നോ ഒരു വാക്ക് പോലും ഒരു സീനിയർ ഡോക്ടേഴ്സിൽ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും അങ്ങനെ നമ്മൾ കണ്ടും നമുക്ക് മുമ്പിരുന്ന സീനിയർ ഡോക്ടേഴ്സ് ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ അവർ കൊടുത്ത പ്രിസ്ക്രിപ്ഷനുകൾ കണ്ടും അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്ത് പഠിച്ചാണ് നമ്മൾ വന്നത്. പക്ഷേ ഇന്ന് നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരവസ്ഥയാണ് ഈ കോവിഡിന് ശേഷം IFPHലൂടെ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു മാറ്റമാണ് നമ്മുടെ ഹോമിയോപ്പതിക്ക് ഈ ഒരു കോവിഡിന് ശേഷം ലഭിച്ചിരിക്കുന്നത്. അത് ആരും പ്രയോജനപ്പെടുത്താതിരിക്കുന്നത് വളരെ കഷ്ടമാണ്. കൂടുതലും എല്ലാ ജൂനിയർ ഡോക്ടേഴ്സ് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇതിൽ വരുന്നവർ തന്നെ അതിലൊരു താല്പര്യമെടുത്ത് ദിവസം കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ യൂട്യൂബൊക്കെ അയച്ചു കൊടുക്കണം എന്നും കൂടി അപേക്ഷിക്കുകയാണ്. അതെ, ഈ പറഞ്ഞ പോലെ അത് വേറെ കാര്യം ഡോക്ടറെ. കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൂടിയാണ്. ഓരോ കാലഘട്ടത്തിലും കാഴ്ചപ്പാട് ഓരോന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇന്നത്തെ കാലത്ത് വേറെ സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഈ പറഞ്ഞ ഇത് ഫ്രീ ആണല്ലോ യൂട്യൂബ്. ഇത് വെച്ച് IFPHന് ഒരുപാട് കാശ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1800 ദിവസമായി രജിസ്ട്രേഷൻ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എത്ര ലക്ഷം രൂപ IFPHന്റെ അക്കൗണ്ടിൽ വന്നേനെ. ഒരു പൈസ പോലും ആരിൽ നിന്ന് വാങ്ങിക്കുന്നത് ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള തരികയാണ്. അപ്പൊ അത്രയും ഒരു ജനറസ് ആയിട്ടുള്ള സേട്ട് സാറിന്റെ ഒരു പോളിസി IFPH ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ഉത്തരവാദിത്തമാണ് അതിനൊരു കമ്മിറ്റ്മെന്റ് നിറവേറ്റുക എന്നുള്ളത്. പരമാവധി പേര് അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഇനിയും കഴിവുള്ളവരുണ്ട്. അവർ ഒരു ഇൻഹിബിഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് മാറ്റിക്കിട്ടുക. അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുള്ള ധാരാളം പേരുണ്ട്. പരമാവധി പേര് പങ്കെടുക്കുക. അത് മാത്രമല്ല അവരെ കൊണ്ട് അവരുടെ അറിവുകൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുകയും വേണം. ശോഭന രാമവർമ്മ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടറെ. അതെ, പണ്ട് സ്ഥിരം പങ്കെടുക്കുക, ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഡോക്ടർ മൗനത്തിലാണെന്നു. സായം തോന്നുന്നു വന്നിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. ശോഭന ഡോക്ടർ ഡൽഹിയിലായിരുന്നല്ലോ, ഇപ്പോഴും ഡൽഹി തന്നെയാണോ എന്ന് അറിയില്ല. ശോഭന രാമവർമ്മ ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട്. ഡോക്ടറിന്റെ വിവരം അറിയണം. ഡോക്ടർ നന്ദിയും പറയണം. ഡോക്ടർ ശ്രീലേഖയുടെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഇത്രയും യങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഡോക്ടർ, വളരെ നന്നായിരിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എൻ്റെ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ഒക്കെ കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. അപ്പോൾ അക്വണൈറ്റും റെസ്റ്റോക്സും ഒക്കെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. അക്വണൈറ്റ് പറഞ്ഞിരുന്നു, റെസ്റ്റോക്സ് പറഞ്ഞിട്ടില്ല. റെസ്റ്റോക്സും ഒരു ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിറ്റ്വീൻ ദ ഷോൾഡർ, ബിറ്റ്വീൻ ദ സ്കാപ്പുല പെയിൻ ആണ് അതിന് പ്രധാനമായിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആൻഡ് വളരെ നല്ലതായിരുന്നു ഡോക്ടർ നിങ്ങളുടെ ക്ലാസ്. താങ്ക് യു സോ മച്ച്. പേഴ്സണലി IFPHന് വേണ്ടി നന്ദി പറയുന്നു. നന്ദി ശോഭന ഡോക്ടർ. എന്ത് പറ്റി, ഇപ്പൊ എവിടെയാണ് ശോഭന ഡോക്ടർ? ഞാൻ ഡൽഹിയിലാണ്. ഞാൻ 2-3 മാസം ഇവിടെ ഇല്ലായിരുന്നു, ഇന്ത്യയിലില്ലായിരുന്നു, പുറത്തായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് ക്ലാസ് പലതും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ 3 മാസമായിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. ഡോക്ടർ വന്നപ്പോ നമ്മൾ ഉടനെ തിരിച്ചറിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓരോരുത്തരെയും യുവർ അണ്ടർ അവർ എറ്റേണൽ സർവൈലൻസ്, ബി കെയർഫുൾ. ആര് വന്നില്ലെങ്കിൽ നമ്മൾ അപ്പോഴേ അറിയും. ഞാൻ പൊതുവെ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് ബിസി ആയിരുന്നു, പുറത്തു പോയേക്കായിരുന്നു. നന്ദി ഡോക്ടറെ. ഇനി നമ്മുടെ ഞാൻ ഉണ്ടാവും. സെപ്റ്റംബർ 28-ന് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. സെപ്റ്റംബർ 28-ന് വരണം എന്നുണ്ട്. സെപ്റ്റംബർ 28 ഡേറ്റ് ഫിക്സ്ഡ് ആണോ? അതെ, തീർച്ചയായിട്ടും. എല്ലാം ആയി കഴിഞ്ഞല്ലോ, ബുക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. വരാൻ പറ്റാത്തവർ അതിന് ഡൊണേറ്റ് ചെയ്യാനുള്ള സാഹചര്യം കൂടെ ഉണ്ട് ഡോക്ടറെ, വരാൻ പറ്റുന്നില്ലെങ്കിലേ. ഓക്കെ. പിന്നെ എന്തായാലും ശ്രീലേഖ ഡോക്ടറുടെ ഭാഗ്യം, അതായത് രാമകൃഷ്ണൻ ഡോക്ടറുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ആ ഡിസ്പെൻസറിയിൽ നിൽക്കാൻ സാധിക്കുന്നതും
വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇത്രയും നല്ല അനുഭവങ്ങൾ കിട്ടാൻ ഡോക്ടർക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ സാധിച്ചു എന്നുള്ളത്. എന്തായാലും ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സ എന്ന വിഷയത്തിൽ ഇത്രയും നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1804 പ്രതിദിന സൂം വെബിനാർ വിജയകരമായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.